everyone, welcome to Vedantham Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ NCERT ലൈൻ ബൈ ലൈൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാനുള്ളത്. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ കണ്ടന്റ് നമുക്ക് ആദ്യം നോക്കാം. സി വാട്ട് യു മീൻ ബൈ ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ടെർമിനോളജി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ്, ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സോ ഏതൊക്കെ കാര്യങ്ങളാണ് പ്ലാന്റിന് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാന്റ് ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നത്, ഒരു റിസ്ട്രിക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. സോ you have already studied the organization of flowering plant in the chapter 5. നമ്മൾ ആൾറെഡി മോർഫോളജി അല്ലെ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്, അതുപോലെ തന്നെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ 2 ചാപ്റ്റർ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ചാപ്റ്ററിൽ നമ്മൾ എവിടെയാണ് സീഡ് ഉണ്ടാവുക, എവിടെയാണ് റൂട്ട് ഉണ്ടാവുക, എവിടെയാണ് സ്റ്റെം ഉണ്ടാവുക, ഏതൊക്കെ ടൈപ്സ് ഉണ്ടാവും, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? Okay, and have you ever thought about where and how the structure like root, stem, leaves, flowers, fruits and seeds arises, that too in an orderly sequence? See, ഒരു പ്ലാന്റ്, അതായത് നമ്മളൊരു സീഡാണ് നട്ട് കൊടുക്കുന്നത് അല്ലെ. ഒരു സീഡിനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മണ്ണിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ എന്താവുന്നുണ്ട്, റൂട്ടും ഡെവലപ്പ് ആവുന്നുണ്ട്, ഷൂട്ടും ഡെവലപ്പ് ആവുന്നുണ്ട്. അത് കുറച്ച് വളർന്ന് വരുമ്പോൾ ലീവ്സ് ഒക്കെ ഡെവലപ്പ് ആവും, സ്റ്റെം ഒക്കെ നന്നായിട്ട് മെച്യൂർ ആകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ കാണാൻ പറ്റും, ഫ്രൂട്ട് കാണാൻ പറ്റും, സീഡ് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ സ്ട്രക്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഫോം ആവുന്നുള്ളത് ഈ ഒരു സീഡിൽ നിന്നുമാണ് അല്ലെ. സോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ആവുന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. സോ ഇതൊരു ജനറ്റിക് പ്രോസസ് ആണ്. ഓക്കെ, സോ ആ ഒരു പ്ലാന്റിന്റെ ജനറ്റിക് പ്രോസസ് ആണ്. ആ പ്രോസസ്സിൽ എന്താവുന്നുണ്ട്, ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ഹാവ് ആൾറെഡി ബൈ നൗ aware of the term seed. എന്താണ് സീഡ്? സീഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്താവുന്നുണ്ട്, ഓവ്യൂലർ ഡെവലപ്പ് ഇൻ ടു സീഡ്. ഓവ്യൂലർ ഡെവലപ്പ് ആവുന്നത് സീഡ് ആയിട്ടാണ്, റൈറ്റ്? എന്താണ് സീഡ്ലിംഗ്? അതായത് സീഡിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മണ്ണിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവുന്നുണ്ട്, പ്ലുമ്യൂലും അതുപോലെ തന്നെ റാഡിക്കലും ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലെ. സോ ഇതുപോലെ ഒരു സീഡിലേക്ക് കുറച്ച് വെള്ളവും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന് സഫീഷ്യന്റ് ആയിട്ട് ഒരു ഡെവലപ്മെന്റിന്, ഒരു ഗ്രോത്തിന് അത് റെഡി ആയി കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ആവുന്നുള്ളത്, ഒരു റാഡിക്കലും, അതായത് ഒരു പ്ലുമ്യൂലും ഒരു റാഡിക്കലും ഡെവലപ്പ് ആവുന്നുണ്ട്. പ്ലുമ്യൂല് എന്തായിട്ട് മാറുന്നുണ്ട്, ഷൂട്ടായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ റാഡിക്കൽ റൂട്ടായിട്ട് മാറുന്നുണ്ട്, റൈറ്റ്? സോ അങ്ങനെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്ലെറ്റ്. പ്ലാന്റ്ലെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യങ് പ്ലാന്റ്. ഓക്കെ, യങ് ആയിരിക്കുന്ന ഒരു പ്ലാന്റ് നമ്മൾ എന്തെന്ന് വിളിക്കും, പ്ലാന്റ്ലെറ്റ് എന്ന് വിളിക്കും. ആൻഡ് നമുക്ക് മെച്യൂർ പ്ലാന്റ് എന്താണെന്നുള്ളത് അറിയാം അല്ലെ. യെസ്, സോ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആൾറെഡി അറിയാം. And you have also seen the trees continue to increase in height and girth ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലെ. സോ പണ്ട് നമ്മൾ, അതായത് നമുക്കൊരു 10 വയസ്സൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തിലുണ്ടായിരുന്ന മരം ഇപ്പൊ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അല്ലെ. സോ അത് ഇങ്ങനെ നമ്മുടെ ഏജ് പാസ് ആയിക്കൊണ്ടിരിക്കും തോറും ഈ പ്ലാന്റിന്റെ വയസ്സും ഇൻക്രീസ് ആയിക്കൊണ്ടുണ്ട്, അത് ഗ്രോ ആയിക്കൊണ്ടേയുണ്ട്. നമ്മൾ ഒരു സ്റ്റേജിലാവുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്താവുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ പ്ലാന്റിന്റെ ഗ്രോത്ത് അങ്ങനെ നിൽക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. However, leaves, flowers, fruits of the same tree are not have limited dimension, but also appear and fall periodically and sometime repeatedly. അല്ലെ. സോ ഈ ഒരു പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടുണ്ട് എങ്കിൽ പോലും അതിൽ ഡെവലപ്പ് ആവുന്ന
നമ്മുടെ ലീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താവുന്നുണ്ട് പീരിയോഡിക്കലി, അതായത് കുറച്ച് കാലങ്ങൾ അത് വളരുന്നുണ്ട്, നന്നായിട്ട് മെച്ചൂർ ആവുന്നുണ്ട്, അത് ഫോൾ ആവുന്നുണ്ട് അല്ലെ, അത് കൊഴിഞ്ഞ് വീഴുന്നുണ്ട്, അഗെയിൻ പിന്നെയും അത് ഡെവലപ്പ് ആയിക്കൊണ്ടുണ്ട്. സോ ഇതൊരു പീരിയോഡിക് ആയിട്ട് ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വൈ ഡസ് വെജിറ്റേറ്റീവ് ഫേസ് പ്രിസീഡ് ഫ്ലവറിംഗ് പ്ലാന്റ്? എന്തുകൊണ്ടായിരിക്കും ആദ്യം വെജിറ്റേറ്റീവ് ഫേസ് ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ട് ഫ്ലവറിംഗ് ഉണ്ടാവുക? ബിക്കോസ് ആദ്യം ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് ഉണ്ടാവണം അല്ലെ, ഒരു പ്ലാന്റിന്റെ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് ഉണ്ടാവണം, റൈറ്റ്? അത് കഴിഞ്ഞതിന് ശേഷമേ അതിന്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ജനറേഷന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്താവുന്നത്, ഫ്ലവറിംഗ് ഉണ്ടാവുന്നുള്ളത്, റൈറ്റ്? സോ ഫ്ലവറിംഗ് ഉണ്ടാവുന്നതിനേക്കാളും മുന്നേ എന്തുണ്ടാവണം, ഒരു വെജിറ്റേറ്റീവ് ഫേസ് ഉണ്ടാവണം, right? Okay, so all plants organs are made up of variety of tissues അല്ലെ. സോ പ്ലാന്റിന്റെ വേറെ വേറെ ടിഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്ട്രക്ചർ ഓഫ് സെൽ, ടിഷ്യൂ ആൻഡ് ഓർഗൻ ആൻഡ് ഫങ്ഷൻ ദേ പെർഫോം? അതായത് സെല്ല്, ടിഷ്യൂസ് അല്ലെ, അതുപോലെ തന്നെ ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഇതെല്ലാം നമ്മൾ നമ്മൾ ഒരു പ്ലാന്റിൽ കാണാൻ പറ്റും. വേറെ വേറെ ഭാഗത്തിൽ വേറെ വേറെ രീതിയിലുള്ള ടിഷ്യൂസും വേറെ വേറെ രീതിയിലുള്ള സെൽസും ഒക്കെയാണ് കാണാൻ പറ്റുക. അത് ഏത് ഫങ്ഷൻ ആണോ ചെയ്യുന്നുള്ളത് അതിന്റെ ബേസിസിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ടിഷ്യൂസ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ടിഷ്യൂസ് അതിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. Can the structure and function of these be altered? Yes, ഇത് ആൾട്ടർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. All cells of a plant are descendant of zygote. നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പ്ലാന്റും ഡെവലപ്പ് ആവുന്നുള്ളത് എന്തുകൊണ്ടാണ്? എല്ലാ പ്ലാന്റും എല്ലാ സെക്ഷുവലി റിപ്രൊഡ്യൂസിങ് ഓർഗാനിസമും സ്റ്റാർട്ട് ആവുന്നുള്ളത് ഒരു സിംഗിൾ സെല്ല് കൊണ്ടാണ്. ആ സിംഗിൾ സെല്ലിന്റെ പേരാണ് സൈഗോട്ട് അല്ലെ. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സൈഗോട്ട് എന്ന് വിളിക്കും. The question is then, why and how do they have different structure and function attributes? അതായത് ഒരേ സെല്ലിൽ നിന്നുമാണ് ഡെവലപ്പ് ആയിരിക്കുന്നത് അല്ലെ, ഒരേ ഒരു സെല്ലിൽ നിന്നുമാണ് എന്തായിരിക്കുന്നത്, ഒരു വലിയ പ്ലാന്റ് ഡെവലപ്പ് ആയിരിക്കുന്നത്, റൈറ്റ്? സോ ആ ഡെവലപ്മെന്റിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസും സെൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ഒരേ ഒരു സെല്ലും കൊണ്ട് ഉണ്ടാവുന്നുള്ളത്, റൈറ്റ്? സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ് ആണ് നടക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പ്രോസസ് ആണ് നടക്കുന്നത്. ഒരു പ്രോസസ്സിന്റെ പേര് ഗ്രോത്ത് ആൻഡ് അടുത്തതിന്റെ പേര് ഡിഫറൻസിയേഷൻ. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ? Okay, so to begin with, it is essential and sufficient to know that the development of mature plant from zygote follow a precise and highly ordered succession of events. അതായത് ഒരു ഫർട്ടിലൈസ്ഡ് എഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർലി ആയിട്ടുള്ള ഒരു ഈവെന്റിന് പെർഫോം ചെയ്യാണ്. ആ ഈവെന്റിന്റെ എൻഡിലാണ് എന്ത് നടക്കുന്നുള്ളത്, ഒരു എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നുള്ളത്. ആ എംബ്രിയോ ഡെവലപ്മെന്റ് ആയിട്ടാണ് ഒരു ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ആവുന്നുള്ളത്. ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഫൈനലി ഒരു വലിയ മരമായിട്ട് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നത്. അതിപ്പോ ഹ്യൂമൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ആദ്യം എന്താവുന്നുണ്ട്, ഒരു കുഞ്ഞ് എഗ് എന്താവുന്നുണ്ട്, ഫർട്ടിലൈസ് ആവുന്നുണ്ട്, സ്പെർമിന്റെ കൂടെ ഫർട്ടിലൈസ് ആവുന്നുണ്ട്. ഫർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഡെവലപ്മെന്റ്, അതായത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് ഡിഫറെന്റ് കാര്യങ്ങൾ, അതായത് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഈവൻസ് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ, അതായത് സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റുല, അതുപോലെ തന്നെ ഗാസ്ട്രൂല എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. ഫൈനലി ആണ് ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത്, റൈറ്റ്? ഓക്കെ, അതേപോലെ തന്നെയാണ് പ്ലാന്റിലും നമുക്ക് കാണാൻ പറ്റുക. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് a complex of body organization is formed that produces root, leaves, branches, flowers, fruits, seeds. ഓക്കെ, സോ ഈ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ, ഒരു കോംപ്ലക്സ് ഈവെന്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ പാർട്സും, പ്ലാന്റിന്റെ എല്ലാ പാർട്സും നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ആൻഡ് ഫൈനലി അതെന്താവും, ദേ വിൽ ഡൈ.
ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് മെച്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൂട്ട്, അതുപോലെ തന്നെ സീഡ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഡൈ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഈസ് സീഡ് ജെർമിനേഷൻ. ആദ്യത്തെ പ്രോസസ് എന്താണ്? പ്രോസസ് ദാറ്റ് ഈസ് സീഡ് ജെർമിനേഷൻ. ഓക്കെ, ദ സീഡ് ജെർമിനേറ്റ് വെൻ ഫേവറബിൾ കണ്ടീഷൻ ഓഫ് ഗ്രോത്ത് എക്സിസ്റ്റ് ഇൻ ദി എൻവയറൺമെന്റ്. ഓക്കെ, സോ ഒരു പ്ലാന്റ് ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷൻ ആണ്. ആ സീഡ് ജെർമിനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്, ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, ഓക്കെ, ഓക്സിജൻ, ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എല്ലാ കാര്യങ്ങളും ഓപ്റ്റിമം ആയിട്ട് ഒരു പെർട്ടിക്കുലർ അളവിൽ ആ ഒരു സീഡിന് കിട്ടുമെങ്കിൽ മാത്രമേ അതെന്താവുന്നുള്ളൂ, സീഡ് ജെർമിനേറ്റ് ആകുന്നുള്ളൂ. ഇൻ ദി ആബ്സെൻസ് ഓഫ് സച്ച് എ ഫേവറബിൾ കണ്ടീഷൻ ദ സീഡ് ഡു നോട്ട് ജെർമിനേറ്റ്. അങ്ങനെ ഒരു ഫേവറബിൾ കണ്ടീഷൻ ആ ഒരു സീഡിലേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ജെർമിനേറ്റ് ആകുന്നില്ല. And they goes into a period of suspended growth or rest. Okay, ആ ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടാതെ ഇരിക്കുമ്പോൾ അതൊരു റെസ്റ്റിംഗ് പീരിയഡിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ആ ഒരു പീരിയഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡോർമൻസി പീരിയഡ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോർമൻസി. ഓക്കെ, ഡോർമൻസി പീരിയഡ് എന്ന് വിളിക്കും. റൈറ്റ്? ഓക്കെ, സോ നെക്സ്റ്റ്, വൺസ് ഫേവറബിൾ കണ്ടീഷൻ റിട്ടേൺ. എപ്പോഴാണോ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ വരികയാണ്, ഓക്കെ, മഴക്കാലം വരുമ്പോൾ അത് എന്താവുന്നുണ്ട്, ഒരുപാട് വാട്ടറൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കിട്ടുന്നുണ്ട്, ടെമ്പറേച്ചറും വാട്ടറും ഓക്സിജനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ എന്താവുന്നുണ്ട്, മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ പിന്നെയും സ്റ്റാർട്ടായി ആ ഒരു സീഡ് എന്താവുന്നുണ്ട്, ജെർമിനേഷൻ ആയി തുടങ്ങുന്നുണ്ട്. ഓക്കെ, ജെർമിനേഷൻ എന്ന് വെക്കുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക? ജെർമിനേഷൻ എന്ന് വെക്കുമ്പോൾ അവിടെ എന്താവുന്നുണ്ട്, പ്ലുമ്യൂലും, അല്ലെ? സോ പ്ലുമ്യൂലും അതുപോലെ തന്നെ റാഡിക്കലും ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സീഡ് ജെർമിനേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ യു ഷാൾ ഓൾസോ സ്റ്റഡി സം ഓഫ് ദി ഫാക്ടേഴ്സ് ഗവർ and control these developmental process. That factors are both intrinsic and eccentric. Okay, so അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റർണൽ ഫാക്ടേഴ്സ് ഒക്കെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർക്കുക. അതായത് ദ ഫാക്ടേഴ്സ് ആർ ബോത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സെൻട്രിക്. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് ഗ്രോത്ത്? വാട്ട് യു മീൻ ബൈ ഗ്രോത്ത്? അല്ലെ, സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം, എന്താണ് ഗ്രോത്ത് എന്നുള്ളത് നമുക്ക് പഠിച്ചു തുടങ്ങാം. യെസ്, സോ ഗ്രോത്ത് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫണ്ടമെന്റൽ ആൻഡ് കോൺസ്പീഷ്യസ് ക്യാരക്ടർ ഓഫ് ലിവിങ് ബീയിങ്. അതായത് ഒരു ലിവിങ് ഓർഗാനിസമിന്റെ, ഏത് ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, ആ എല്ലാ ലിവിങ് ഓർഗാനിസമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ആൻഡ് കോൺസ്പീഷ്യസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ബീയിങ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? What is the definition of growth? Growth can be defined as irreversible permanent increase in the size of an organ or parts or even an individual cell. Okay, ഒരു സെല്ലാവാം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗൻ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആവാം. ആ ഓർഗാനിസം എന്താവുന്നുണ്ട്, ഗ്രോ ആവുന്നുണ്ട്, അത് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് പെർമനന്റ് ആണ്, അത് റിവേഴ്സിബിൾ അല്ല, അല്ലെ? അത് പെർമനന്റ് ആണ്. ഒരിക്കൽ ഗ്രോ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചുരുങ്ങുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇൻക്രീസ് ഇൻ ദ സൈസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോത്ത് എന്ന് വിളിക്കും. Okay, generally growth is accompanied by metabolic process. അതായത് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കണം? മെറ്റബോളിക് പ്രോസസ് നടക്കണം. മെറ്റബോളിക് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് റിയാക്ഷൻസ്, ആ ഒരു ലിവിങ് ഓർഗാനിസമിന്റെ ഉള്ളിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവണം. ആ റിയാക്ഷൻസ് എന്തൊക്കെ ആവാം? ഒന്നില്ല അനബോളിക് ആവാം, അല്ലെങ്കിൽ കാറ്റബോളിക് ആവാം.
ഓക്കെ, അനബോളിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് വലിയ മോളിക്യൂൾസ് ആവുന്നത്, കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് എന്താവുന്നത് വലിയ മോളിക്യൂൾസ് ആവുന്നത്. അതുപോലെ തന്നെ കെറ്റബോളിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കെറ്റബോളിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മോളിക്യൂൾ ചെറിയ ചെറിയ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഇങ്ങനെ ഏത് പ്രോസസ് ആണെങ്കിലും അവിടെ എല്ലാം വേണ്ടത് എന്താണ്, എനർജി. അവിടെ എല്ലാം നമുക്ക് വേണ്ടത് എന്താണ്, എനർജി ആണ്. Therefore, for example, expansion of leaf is growth. How would you describe the swelling of piece of wood even placed in water? ഓക്കെ, ഒരു വുഡിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു സൈസും ഇൻക്രീസ് ആവുന്നുണ്ട്, അതും ഗ്രോത്ത് ആണോ, അതും ഗ്രോത്ത് ആണോ? അവിടെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുമോ? അവിടെ ജസ്റ്റ് എന്താവുന്നുണ്ട്, ഇംബൈബേഷൻ ആണ് നടക്കുന്നുള്ളത്, അവിടെ ഗ്രോ സംഭവിക്കുന്നില്ല. ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ നടന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം സൈസിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇൻക്രീസ് ചെയ്തതിന് ശേഷം അത് എന്താവുന്നില്ല, ഡിക്രീസ് ആവാതെ ഇരിക്കുന്നില്ല. പ്ലാന്റിന്റെ അതായത് ഒരു മരക്കഷ്ണത്തിനെ നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആകുമായിരിക്കും, പക്ഷെ അത് കൊണ്ടുവന്നിട്ട് പിന്നെയും ഉണക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും, അതിന്റെ സൈസ് പിന്നെയും ഡിക്രീസ് ആവും. അങ്ങനെ ഡിക്രീസും ഇൻക്രീസും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല നമ്മളെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ. ഗ്രോത്ത് എന്ന് പറയുന്നത് പെർമനന്റ് ഇൻക്രീസ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. അടുത്ത നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് ജനറലി ഈസ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. ഓക്കെ, സോ എന്താണ് ഇൻഡിറ്റർമിനേറ്റ്? യെസ്, ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് ഈസ് യൂണിക് ബിക്കോസ് പ്ലാന്റ് റീറ്റെയിൻ ദി കപ്പാസിറ്റി ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത് ത്രൂ ഔട്ട് ലൈഫ്. അല്ലെ, സോ അതിന്റെ ഒരു ലൈഫ് സ്പാൻ എത്രയുണ്ടോ അത്രയും കാലം പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. This ability of plant is due to the presence of meristem. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്? പ്ലാന്റ് ജനിച്ചപ്പോൾ തൊട്ട് അതിന്റെ ലൈഫ് എൻഡ് ആവുന്നത് വരെ, അതിന്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആവുന്നത് വരെ അത് എന്തായിക്കൊണ്ടുണ്ട്, ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെരിസ്റ്റമിനെ കാണാൻ പറ്റും, അല്ലെ, അറ്റ് സർട്ടൻ ലൊക്കേഷൻ ഇൻ ദിയർ ബോഡി. മെരിസ്റ്റം ഒരുപാട് പ്ലേസസിൽ നമുക്ക് പ്ലാന്റിൽ കാണാൻ പറ്റും. The cells of such meristem have capacity to divide and self-perpetuate. അതായത് അതിന്റെ കാര്യങ്ങൾ, അതായത് മെരിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, മെരിസ്റ്റം എന്ന് പറയുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അതിന്റെ കാര്യങ്ങൾ സ്വയം നോക്കാൻ അതിനെ അറിയാം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളത്. ദ പ്രോഡക്റ്റ് ഹവർ സൂൺ ലോസസ് ദി കപ്പാസിറ്റി ടു ഡിവൈഡ് ആൻഡ് സച്ച് എ സെൽ മേക്ക് അപ്പ് ദി പ്ലാന്റ് ബോഡി. ഓക്കെ, സോ അതായത് സെൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല, അല്ലെ, അതിന്റെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകില്ല, അല്ലെ. സോ എന്താവണം, അവിടെ എന്താണ് സംഭവിക്കേണ്ടത്, ആ സെല്ല് ഡിവൈഡ് ആയി കംപ്ലീറ്റ് ആയിരിക്കുന്ന ആ ഒരു സെല്ല് എന്താവണം, ഡിഫറൻഷിയേറ്റ് ആകണം, അല്ലെ. സോ ഡിഫറൻഷിയേറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ആവണം, പാരൻകൈമ, കോലൻകൈമ, സ്ക്ലീറൻകൈമ, ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെല്ലായിട്ട് കൺവേർട്ട് ആകണം. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ആ ഒരു പ്രോസസ്സ് നമുക്ക് പ്ലാന്റ് ബോഡീനെ ഉണ്ടാക്കി തരും. ഓക്കെ, അതായത് റൂട്ട്, സ്റ്റെം, ലീവ്സ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് പ്ലാന്റ് ബോഡ്സ്, അതായത് പ്ലാന്റിന്റെ പാർട്സ് ഉണ്ടല്ലോ, ആ പാർട്സ് ഒക്കെ ഉണ്ടാവാൻ ആരാണ് സഹായിക്കുന്നത്, മെരിസ്റ്റെമ്മല് ഡിവൈഡ് ചെയ്തിട്ട് ന്യൂലി പ്രൊഡ്യൂസ് ആയിരിക്കുന്ന സെല്ല് എന്താവുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ആയിട്ട് പാരൻകൈമ, കോലൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു പാർട്ടാണ് എന്തായിട്ട് മാറുന്നുള്ളത്, ഒരു പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നുള്ളത്. Okay, so this form of growth wherein new cells are always being added to the plant body by the activity of meristem is called open form of growth. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത്. അതായത് മെരിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, മെരിസ്റ്റം ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്പർ ഓഫ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ആയിട്ട് പ്ലാന്റിന്റെ പാർട്സിന്, പ്ലാന്റിന്റെ ബോഡി പാർട്സിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്ന് വിളിക്കും. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ മെരിസ്റ്റം സീസസ് ടു ഡിവൈഡ്? ഡസ് ഇറ്റ് എവർ ഹാപ്പൻഡ്? എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ? അതായത് മെരിസ്റ്റം ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെരിസ്റ്റം അതിന്റെ പണി നിർത്തുകയാണ്. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പ്ലാന്റ് ഗ്രോ ആവില്ല,
അല്ലെ? പ്ലാന്റ് ഗ്രോ ആവില്ല. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് ഡിസീസ് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ആ ഒരു മെരിസ്റ്റം ഇല്ലാതായി പോകുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആകുമ്പോൾ, ഈ എല്ലാ സ്റ്റേജസിലും, അതായത് സെനസെന്റ് ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഡിസീസ് വരികയോ അല്ലെങ്കിൽ മെരിസ്റ്റം ഇല്ലാണ്ടാവുകയോ, ഓക്കെ, സോ ഡീകേ ആവുകയോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നുള്ളത്, ആ ഒരു മെരിസ്റ്റം ഡിവൈഡ് ചെയ്യാതെ സീസ് ആയി പോകുന്നത്. ഓക്കെ, in earlier classes you have studied about root apical meristem and shoot apical meristem. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റില് ഇവിടെ നമുക്ക് സ്റ്റെമ്മിന്റെ ടിപ്പ് ഭാഗത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡെവലപ്പിംഗ് ബഡിനെ കാണാൻ പറ്റും, അല്ലെ? സോ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. എന്ത് കാണാൻ പറ്റും, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ താഴെ നമുക്ക് എന്ത് കാണാൻ പറ്റും, റൂട്ട്സ് കാണാൻ പറ്റും. റൂട്ടിന്റെ ടിപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റും. സോ ഇത് രണ്ടും എന്താണ് ചെയ്യുന്നുള്ളത്, ഇത് രണ്ടും ആ ഒരു പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്ലാന്റിന്റെ ലെങ്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. You know what they are responsible for the primary growth of plant and principally contribute to the elongation of plant along their axis. അല്ലെ? ഇലോങ്കേഷൻ, ഒരു പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈമറി ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതായത് എപ്പിക്കൽ മെരിസ്റ്റം, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇനിയൊരു കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ദീസ് ടു ആർ പ്രൈമറി ഗ്രോത്ത്. ഇത് രണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പ്രൈമറി ഗ്രോത്ത് എന്ന് വിളിക്കും. ഓക്കെ, സോ യു ഓൾസോ നോ that dicotyledonous plant and gymnosperm, dicotyledonous-ലും അതുപോലെ തന്നെ ജിംനോസ്പെർമിലും ഇത് രണ്ടിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, എന്ത് കാണാൻ പറ്റും, ലാറ്ററൽ മെരിസ്റ്റം കാണാൻ പറ്റും. അതായത് വാസ്കുലാർ കേമ്പിയമും കോർക്ക് കേമ്പിയം. ഓക്കെ, സോ വാസ്കുലാർ കേമ്പിയം നമുക്ക് കാണാൻ പറ്റുന്നത് സൈലമും ഫ്ലോയമിന്റെയും നടുവിലും. ഓക്കെ, സൈലമും ഫ്ലോയമിന്റെ നടുവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, വാസ്കുലാർ കേമ്പിയം കാണാൻ പറ്റും. അതുപോലെ തന്നെ കോർട്ടെക്സിലും. ഓക്കെ, സോ നമ്മൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് പഠിച്ചതല്ലേ, അതിന് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ ആ ഒരു ഭാഗത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കോർക്ക് കേമ്പിയം കാണാൻ പറ്റും. ഇത് രണ്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഒരു പ്ലാന്റിന്റെ ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീസ് ആർ ദി മെരിസ്റ്റം ദാറ്റ് കോസസ് ഇൻക്രീസ് ഇൻ ദി ഗിർത്ത് ഓഫ്, അല്ലെ? സോ അതിന്റെ ഒരു ഡയാമീറ്റർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്ലാന്റ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സെക്കൻഡറി ഗ്രോത്ത് എന്ന് വിളിക്കും. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സെക്കൻഡറി ഗ്രോത്ത്. അതായത് പ്രൈമറി ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമും ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്, അതായത് ഏതൊക്കെയാണത്, ദാറ്റ് ഈസ് കോർക്ക് കേമ്പിയമും അതുപോലെ തന്നെ വാസ്കുലാർ കേമ്പിയം. ഈ രണ്ട് കേമ്പിയമാണ്, അതായത് ലാറ്ററൽ മെരിസ്റ്റം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഈസ് മെഷറബിൾ എന്ന് പറയുന്ന കണ്ടന്റ് എന്താണെന്ന് നോക്കാം. യെസ്, ഗ്രോത്ത് ഈസ് മെഷറബിൾ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കുന്നു, ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ സൈസ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ മെഷർ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഡിഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇത് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ്? യെസ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഗ്രോത്ത് അറ്റ് ദി സെല്ലുലാർ ലെവൽ ഈസ് പ്രിൻസിപ്പലി എ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസ് ഇൻ ദി അമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം. അതായത് ഒരു സെല്ലിന്റെ ഒരു പെർട്ടിക്കുലർ സെല്ലിന്റെ ഗ്രോത്ത് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്രോട്ടോപ്ലാസമിന്റെ amount എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ്. Okay, since increase in the protoplasm is difficult to measure directly, one generally measure some quantity which is more or less proportional to it. അല്ലെ, അതായത് ഒരു സെൽ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് അല്ലെ, വളരെ മൈന്യൂട്ട്. അത് നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്, ശരിയല്ലേ?
അല്ലെ, അതിന്റെ പ്രോട്ടോപ്ലാസം ഇൻക്രീസ് ആയിട്ടുണ്ടോ ഡിക്രീസ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലെ. പക്ഷെ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഇത്ര സംഭവിച്ചിട്ടുണ്ടാവും, ഇൻക്രീസ് ആയിട്ടുണ്ടാവും, ഡിക്രീസ് ആയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് വേരിയസ് അതർ മെത്തേഡ്സ് ഓൾസോ ദേ. ഏതൊക്കെയാണ്? ഗ്രോത്ത് ഈസ് therefore measured by variety of parameters. ഓക്കെ, വേറെ വേറെ രീതിയിൽ നമുക്ക് ഗ്രോത്തിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് അതിനെ മെഷർ ചെയ്യാം? സി, ഇൻക്രീസ് ഇൻ എവിടെയാ അത്? യെസ്, സോ ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ്, ലെങ്ത്, ഏരിയ, വോള്യൂം, സെൽ നമ്പർ, ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റിന്റെ, ഒരു ലിവിങ് തിങ്സിന്റെ സൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. യു മേ ഫൈൻഡ് ഇറ്റ് അമേസിംഗ് ടു നോ ദാറ്റ് എ സിംഗിൾ മേസ് റൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം, അതായത് ഒരു കുഞ്ഞു ഒരു പ്ലാന്റ് നമുക്ക് എടുക്കാം. അതായത് മേസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, നമ്മുടെ ജോളം. ഓക്കെ, ആ ജോളത്തിന്റെ ഒരേ ഒരു റൂട്ട്, ഒരേ ഒരു സ്ട്രാൻഡ് മാത്രം നമ്മൾ എടുത്തിട്ട് അതിന്റെ റൂട്ട് എപ്പിക്കൽ മെറിസ്റ്റമില് എത്ര സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിന് 17,500 ന്യൂ സെൽസ് ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രയാ? 17,500 ന്യൂ സെൽസ്. ഓക്കെ, സോ നമ്മളത് അതേപോലെ തന്നെ വാട്ടർമെലണിൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, വാട്ടർമെലൺ നോക്കുകയാണെങ്കിൽ 3,50,000 ടൈംസ് അത് ഇൻക്രീസ് ആണ്. ഓക്കെ, 3,050 ടൈംസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ആദ്യത്തെ കേസിൽ, അതായത് നമ്മൾ ഒരു ചോളത്തിന്റെ റൂട്ടിനെ നമ്മൾ നോക്കുമ്പോൾ ഇൻക്രീസ് ഇൻ ദി സെൽ നമ്പർ ആണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ കേസിൽ, അതായത് വാട്ടർമെലന്റെ കേസിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഗ്രോത്ത് ഈസ് ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് ദി സെൽ, അല്ലെ. സോ ഒരു സെല്ലിന്റെ ഇൻക്രീസ്, അതായത് സെല്ലിന്റെ സൈസ് എങ്ങനെ ഇൻക്രീസ് ആവുന്നുണ്ട് അതാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പോളൻ ട്യൂബ്, നമ്മൾ +2 എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ സ്റ്റിഗ്മ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാബറട്ടറിയിൽ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സ്, അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോളൻ ഗ്രെയിൻസ് എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സുക്രോസ് സൊല്യൂഷൻ, ഈ പോളൻ ഗ്രെയിൻസിലേക്ക് സുക്രോസ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. സുക്രോസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയന്റ് ആണ്. ഓക്കെ, ആ ന്യൂട്രിയന്റിനെ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ ഒരു ട്യൂബ് ഗ്രോത്ത് ആവുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പോളൻ ട്യൂബ് ഗ്രോത്ത് എന്ന് വിളിക്കും. സോ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഈ ഒരു ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെങ്ത്, അതിന്റെ ലെങ്ത് നോക്കിയിട്ട്, ഈ ട്യൂബിന്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീഫ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സർഫേസ് ഏരിയ, അതായത് ആദ്യത്തെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇതിന്റെ സർഫേസ് ഏരിയ 5 സെന്റിമീറ്റർ ആണെങ്കിൽ, ഓക്കെ, 5 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, പിന്നെ നമ്മൾ വന്ന് നോക്കുന്നത് ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും വന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ സൈസ് എത്രയായിട്ടുണ്ടാവും? ആൾമോസ്റ്റ് ഒരു 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെ. സോ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അതിന്റെ സർഫേസ് ഏരിയ എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി പ്ലാന്റ്സ്, അതിന്റെ പാർട്സ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേറെ വേറെ പാരാമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫേസസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, എന്താണ് ഫേസസ് ഓഫ് ഗ്രോത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ പീരിയഡ്, അതായത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെ, അതായത് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസസ് ഓഫ് അല്ലെങ്കിൽ റീജിയൻ ഓഫ് റൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അതേപോലെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെയും പഠിക്കാനുള്ളത്. ഓക്കെ, ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ഈസ് ജനറലി ഡിവൈഡഡ് ഇൻ ടു 3 phases. ഓക്കെ, സോ നമ്മൾ പീരിയഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 3 phases ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് മെരിസ്റ്റമാറ്റിക്, ഇലോംഗേഷൻ ആൻഡ് മെച്ചൂറേഷൻ, അല്ലെ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലെ. സോ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോംഗേഷൻ, റീജിയൻ ഓഫ് മെച്ചൂറേഷൻ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. സോ റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അല്ലെ. സോ അതിന്റെ കുറച്ച് മുകളിലായിട്ട് റീജിയൻ ഓഫ് ഇലോംഗേഷൻ കാണാൻ പറ്റും. ഇവിടെ ലാറ്ററൽ റൂട്ട്സും അതുപോലെ തന്നെ റൂട്ട് ഹെയർ ഒക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും?
റീജിയൻ ഓഫ് മെച്യൂറേഷൻ എന്ന് വിളിക്കും. സോ ഈ 3 ഫേസസ് ആണ് എന്ത് ഗ്രോത്തിന്റെ ഫേസസ്. ഓക്കെ, സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, സോ ദ കോൺസ്റ്റന്റ്ലി ഡിവൈഡിങ് സെൽ ബോത്ത് അറ്റ് റൂട്ട് അപ്പെക്സ് ആൻഡ് ഷൂട്ട് അപ്പെക്സ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, സോ ദ സെൽസ് in this region are rich in protoplasm. Protoplasm rich ആയിരിക്കും. ആ സെൽസിലേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രോട്ടോപ്ലാസം, അതായത് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസ് ഒക്കെ കുറച്ച് അധികം കാണാൻ പറ്റും. പ്രോസസ് എൻലാർജ് കോൺസ്പിക്ഷ്യസ് ന്യൂക്ലിയൈ, അതായത് ലാർജ് കോൺസ്പിക്ഷ്യസ് ന്യൂക്ലിയൈ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ദിയർ സെൽ വാൾ ആർ പ്രൈമറിലി ഇൻ നേച്ചർ, അതായത് സെൽ വാൾ എന്ന് പറയുന്നത് പ്രൈമറി സെൽ വാൾ ആണ്, അതായത് തിൻ ആൻഡ് സെല്ലുലോസിക് സെൽ വാൾ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൂടാതെ പ്ലാസ്മോഡസ്മേറ്റ കണക്ഷൻ, ഒരുപാട് പ്ലാസ്മോഡസ്മേറ്റ കണക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായിരിക്കും പ്ലാസ്മോഡസ്മേറ്റ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു സെല്ല്. ഓക്കെ, ഇതിന് നടുവിൽ ഒരുപാട് എന്തുണ്ടാവും? ഗ്യാപ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ട് സെല്ലിന്റെ നടുവിൽ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവും. സോ ഇതിലുള്ള കണ്ടന്റ് ഇതിലേക്ക് വരാനും ഇതിലുള്ള കണ്ടന്റ് ഇതിലേക്ക് പോവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണക്ഷൻ, അതിന് നമ്മൾ എന്ത് വിളിക്കും? പ്ലാസ്മോഡസ്മേറ്റൽ കണക്ഷൻ എന്ന് വിളിക്കും. അത് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എവിടെ? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മെരിസ്റ്റം സെൽസിൽ. Okay, the cell proximally to the meristem zone presents the phase of elongation. അതായത് മെരിസ്റ്റമിന്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ, അതായത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? റീജിയൻ ഓഫ് ഇലോങ്കേഷൻ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് വാക്യുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? വാക്യൂൾ കാണാൻ പറ്റൂലേ? അത് മെരിസ്റ്റമില് ഉണ്ടാവില്ല, അതായത് മെരിസ്റ്റം സെൽസിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇലോങ്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ വാക്യൂൾ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൽ എൻലാർജ്മെന്റ്, സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെൽ വാൾ ഡിപ്പോസിഷൻ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് കൈറ്റിനും ലെഗ്നിനും ഒക്കെ ഡിപ്പോസിറ്റ് ആവുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഫർദർ അവേ ഫ്രം ദി എപെക്സ്, more proximal to the region of phase of elongation, okay, lies to the portion of axis which is undergoing phase of maturation. അതായത് region of elongation തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? region of maturation കാണാൻ പറ്റും. അതായത് ഞാൻ തൊട്ട് മുകളിൽ തൊട്ട് താഴെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, സോ ഇത് ഗ്രൗണ്ട് ആണ്. ഇവിടെയാണ് നമുക്ക് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഷൂട്ടിൽ കാണാൻ പറ്റുക. ഇത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഇൻ റൂട്ട്. ഓക്കെ, സോ ഈ റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്യൂറേഷൻ, അതായത് തൊട്ട് മുകളിൽ നമുക്ക് റൂട്ടിന്റെ അടുത്ത് പറയാം. പക്ഷേ ഷൂട്ടിൽ പറയുമ്പോൾ നമ്മൾ തൊട്ട് താഴെ എന്നാണ് പറയേണ്ടത്, അല്ലെ? സോ അതുകൊണ്ടാണ് ഞാൻ റൂട്ട് എന്ന് പറയുമ്പോൾ മുകളിലായിട്ടും അതുപോലെ തന്നെ ഷൂട്ട് എന്ന് പറയുമ്പോൾ താഴെയായിട്ട് പറയുന്നത്. സോ ഇവിടെയാണ് നമുക്ക് റീജിയൻ ഓഫ് മെച്യൂറേഷൻ കാണാൻ പറ്റുക. ഇവിടെ റീജിയൻ ഓഫ് മെച്യൂറേഷൻ ഇൻ റൂട്ട്. ഓക്കെ, സോ ദ സെൽസ് ഇൻ this zone attain their maximum size, അതായത് ആ സെല്ലിന്റെ മാക്സിമം എത്ര ഗ്രോ ചെയ്യാൻ പറ്റും അത്രയും ഗ്രോ ചെയ്യുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് വാൾ തിക്കനിങ് ആണെങ്കിൽ, ലിഗ്നിനും അതുപോലെ തന്നെ കൈറ്റിനൊക്കെ ഒരുപാട് തിക്കനിങ് ആയിട്ട് അത് സെക്കൻഡറി സെൽ വാൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സെക്കൻഡറി സെൽ വാൾ ആയി മാറിയിരിക്കുകയാണ്. പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് അതിനകത്ത്, അതായത് സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് ന്യൂക്ലിയസ് അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ അങ്ങനെയുള്ള ഒരുപാട് സെൽ ഓർഗനൽസ് ഇല്ലേ, അതിലൊക്കെ കുഞ്ഞു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ സെല്ലിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ അതിലുള്ള കണ്ടന്റ്, ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കില്ലേ കാണാൻ പറ്റില്ലേ. സോ അതിലൊക്കെ ചെറിയ മോഡിഫിക്കേഷൻസ് കാണാൻ പറ്റും. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 ഫേസസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലേ? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്കേഷൻ, റീജിയൻ ഓഫ് മെച്യൂറേഷൻ. ഓക്കെ, അടുത്തത് ഗ്രോത്ത് റേറ്റ് ആണ്.
യെസ്. സോ എന്താണ് ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കാം. ദ ഇൻക്രീസ് ഇൻ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഈസ് ടേംഡ് ആസ് ഗ്രോത്ത് റേറ്റ്. എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ദി ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ഗ്രോത്ത് റേറ്റ്. ഒരു പർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ എത്ര ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നു, എത്ര അധികമായിരിക്കുന്നു, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കും. ദസ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ക്യാൻ ബി എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. അതുകൊണ്ട് നമുക്ക് ഇതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, an organism or part of the organism can produce more cell in variety ways. അതായത് ഒരു ഓർഗാനിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഓർഗാനിസമിന്റെ പാർട്സ് ആയിക്കോട്ടെ വേറെ വേറെ രീതിയിലുള്ള ഒരു ഗ്രോത്തിനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതില് 2 ടൈപ്പ് ഏതാണ്? അർത്ഥമാറ്റിക്കും ജിയോമാട്രിക്കും. ഓക്കെ, അർത്ഥമാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാമിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഡയഗ്രാമിൽ തന്നെ പറയുന്നുണ്ട് എന്ത്? ഇതൊരു സെല്ലാണ്, ഇത് മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. ഈ മെരിസ്റ്റമാറ്റിക് സെല്ല് ഡിവൈഡ് ആവുകയാണ്. ഡിവൈഡ് ആയിട്ട് 2 സെല്ലായിട്ട് മാറുന്നുണ്ട്. അതിൽ ഒരു സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ റീഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ റീഗെയിൻ ചെയ്യുന്നുണ്ട്. അത് പിന്നെയും ഡിവൈഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയൊരു സെല്ല് ഉണ്ടല്ലോ, ആ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസിയേഷൻ ആവുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് പിന്നെയും ഈ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലിനെ ഫോം ചെയ്യുന്നുണ്ട്. അതില് ഒരു സെല്ല്, അതായത് ഇതൊരു സെല്ല് ഇതൊരു സെല്ല് അല്ലെ. സോ ഈ സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ റീഗെയിൻ ചെയ്യുകയാണ്. പക്ഷെ ഈ സെല്ല് ഡിഫറൻസിയേഷൻ ആകുകയാണ്. ഓക്കെ, അഗൈൻ ഈ സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ചെയ്യുകയാണ്. അതായത് സെൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 സെല്ല് ഫോം ആയി. സോ ഇത് ആൾറെഡി ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. അതായത് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന അതേ സെല്ല്. ഓക്കെ, ഇത് ഇവിടെ എങ്ങനെയുണ്ട്, ഇത് ഇവിടെ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഈ സെല്ല് പിന്നെയും ഡിഫറൻഷിയേറ്റ് ആവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്രോത്തിനെ നമ്മൾ എന്ത് വിളിക്കും? അർത്ഥമാറ്റിക് എന്ന് വിളിക്കും. ഓക്കെ, ജിയോമെട്രിയിൽ എന്താണ് സംഭവിക്കുക? ഇതൊരു മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 2 സെല്ലും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ റീഗെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 4 സെല്ലായി. സോ ഈ 4 സെല്ലും എന്ത് ചെയ്യുന്നുണ്ട്? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എത്രയായിട്ട് മാറുന്നുണ്ട്? പിന്നെ 4 സെല്ലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 4 സെല്ലും ഡിവൈഡ് ചെയ്തപ്പോ എത്രയായി? 8 സെൽസ് ആയി ഫോം ആയി. അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ജിയോമെട്രിക് സെൽ ഡിവിഷൻ, ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, യെസ്, ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഈ 2 ഫേസസും, അതായത് ഈ 2 ടൈപ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രാഫ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രാഫിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. So the growth rate show an increase that may be arithmetic or geometric. Okay, so growth rate increase, അതായത് growth rate show increase that may be arithmetic ആയിരിക്കും അല്ലെങ്കിൽ geometric ആയിരിക്കും. നമുക്ക് ആദ്യം arithmetic നോക്കാം. So mitotic cell division, only one daughter cell continues to divide while the other differentiate and matures. അല്ലെ, സോ അതെന്താവുന്നുണ്ട്? ഡിഫറൻഷിയേറ്റ് ആവുന്നുണ്ട്, മെച്ചൂർ ആവുന്നുണ്ട്. ഒരു സെല്ല്, അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ല് ആവുമ്പോൾ അതിലെ ഒരു സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ റീഗെയിൻ ചെയ്ത് അത് പിന്നെയും ഡിവൈഡ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത സെല്ല് എന്താവുന്നുണ്ട്? അതായത് പ്രൊഡ്യൂസ് ചെയ്ത 2 സെല്ലില് ഇത് ഡിഫറൻഷിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ആയിട്ട് മെച്ചൂർ ആവുന്നുണ്ട്. Right? The simplest expression of arithmetic growth is exemplified by root elongation. Okay, root elongation വളരെ ഗുഡ് എക്സാമ്പിൾ ആണ് അർത്ഥമാറ്റിക്. ഓക്കെ, സോ ഇതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? LT is equal to L0 plus ERT. സോറി, RT. ഇ ഇല്ല കേട്ടോ, RT. ഓക്കെ, LT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് അറ്റ് ടൈം T. L0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് അറ്റ് ടൈം 0. അതായത് ഇനിഷ്യൽ ലെങ്ത് എത്ര ഉണ്ടായിരുന്നു, ഫൈനൽ ലെങ്ത് എത്ര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഇലോങ്കേഷൻ പെർ യൂണിറ്റ് ടൈം. ഒരു പെർ യൂണിറ്റ് ടൈമിൽ എത്ര ഇലോങ്കേറ്റ് ആയി. സോ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അർത്ഥമാറ്റിക് ഗ്രോത്ത് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സോ ഈ ഒരു ഗ്രോത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലീനിയർ ഒരു ലൈൻ ആണ്. ഓക്കെ, സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക? അർത്ഥമാറ്റിക്കിൽ കാണാൻ പറ്റുക. അടുത്തത് നമുക്ക് ജിയോമെട്രിക് നോക്കാം. Let us now see what happens in geometric growth. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഒരു സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 സെല്ലായി മാറുന്നുണ്ട്. ആ 2 സെല്ലും മെരിസ്റ്റമാറ്റിക് സെൽസ് തന്നെയാണ്. അത് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജിയോമെട്രിക് എന്ന് വിളിക്കും അല്ലെ. സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? എക്സ്പോനെൻഷ്യൽ റേറ്റ്.
ഓക്കെ, എക്സ്പോണൻഷ്യൽ റേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സൈസ് ഇൻക്രീസ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ബോത്ത് progeny cells follow meiotic cell division, retain the ability to divide and continue to do so. Okay, so however, with limited nutrient supply, the growth is slowed down, leading to stationary phase. ഓക്കെ, സോ അതായത് ആദ്യം ഒരു കുഞ്ഞു ലാഗ് ഫേസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. ആ സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് ഈ ഒരു ഗ്രോത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ലാഗ് ഫേസ് എന്ന് വിളിക്കും. സോ ലാഗ് ഫേസ് കഴിഞ്ഞതിന് ശേഷം ഒരു ജമ്പാണ്. ഓക്കെ, ഒരു ജമ്പാണ്, അതായത് എക്സ്പോണൻഷ്യൽ ഫേസ്. എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സെൽ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ സൈസ് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിൽ ഒരു സാധനവും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടില്ല. എല്ലാം നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റിന്റെ കാര്യത്തിലും. പ്ലാന്റിനും ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ടൊന്നുമില്ല. എല്ലാം അതും ലിമിറ്റഡ് ആയിട്ട് തന്നെ ഉള്ളൂ. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് വെച്ചിട്ട് ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ആയിട്ട് ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതിന്റെ ഒരു മാക്സിമം ലെവൽ എന്ന് പറയുന്നത് അതിന് എത്ര റിസോഴ്സസ് ഉണ്ടോ, അതിന്റെ ഫുഡ് റിസോഴ്സസ് എത്രയുണ്ടോ അതിന്റെ ബേസിസിലായിരിക്കും. ആ ഫുഡ് റിസോഴ്സസ് ലിമിറ്റഡ് ആയി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റേഷനറി ഫേസിലേക്ക് എത്തിപ്പെടും. ഓക്കെ, സ്റ്റേഷനറി ഫേസിൽ എത്തിപ്പെടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കാണാൻ പറ്റുക. സോ ഇതിനെ നമ്മൾ എസ് ഷേപ്ഡ് കർവ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എസ് ഷേപ്ഡ് കർവ് എന്ന് വിളിക്കും. സി, നമുക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുക? ഒരു എസ് ഷേപ്ഡ് കർവ് ആണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് ആണ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഇതിന് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? W1 is equal to W0 ERT. ഓക്കെ, സോ W എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫൈനൽ സൈസ് ആണ്. ഓക്കെ, സോ W0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സൈസ് ആണ്. R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഗ്രോത്ത് റേറ്റ് ആണ്. T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം. അതുപോലെ തന്നെ E എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗറിതമിന്റെ നാച്ചുറൽ ബേസ് ഓഫ് നാച്ചുറൽ ലോഗറിതം ആണ്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. ഹിയർ R is the relative growth rate and is also measured for the ability of the plant to produce new plant material, referred to as efficiency index. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ന്യൂ പ്ലാന്റ് മെറ്റീരിയലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റിയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫിഷ്യൻസി ഇൻഡെക്സ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ W1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലും, അതുപോലെ തന്നെ W0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ സൈസ് ഓഫ് ദി പ്ലാന്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ. ഓക്കെ, quantitative comparison between growth of living system can be made in two ways. Okay, quantitative comparison ആണ്. അതിൽ ആദ്യത്തേത് measurement and comparison of total growth per unit time is called absolute growth rate. So ആദ്യത്തേത് എന്താണ്? measure and comparison of total growth per unit time. ടോട്ടൽ ആയിട്ട് എത്ര ഗ്രോ ആയിട്ടുണ്ട്, സോ അത് നോക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? absolute growth rate എന്ന് വിളിക്കും. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനിഷ്യൽ സൈസ്. ഓക്കെ, ഇനിഷ്യൽ സൈസ് എത്ര ഉണ്ടായിരുന്നു, ഫൈനൽ സൈസ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അതായത് ഫൈനൽ സൈസ് മൈനസ് ഇനിഷ്യൽ സൈസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 cm². അപ്പോൾ ബിയില് ഫൈനൽ സൈസ് 55 മൈനസ് ഇനിഷ്യൽ സൈസ് 50 ഈസ് ഈക്വൽ ടു 5 cm². ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഗിവൻ സിസ്റ്റം പെർ യൂണിറ്റ് ടൈം എക്സ്പ്രസ്ഡ് ഓൺ ദി ബേസിസ് on a common basis. Example, per unit initial parameter. So ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്താണ്? സോ ഇതിന്റെ ഒരു റിലേറ്റീവ്, അതായത് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് നോക്കുക? സി, റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്, absolute growth rate divided by relative growth initial growth rate into 100. ഓക്കെ, സോ അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക? 100%, അല്ലെ? 100% ഗ്രോത്ത് റേറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക, അല്ലെ? അതേപോലെ തന്നെ ബിയിൽ നമ്മൾ നോക്കിയാലോ, അതായത് 5 divided by 50 into 100, അല്ലെ? 51s 52s, അപ്പോൾ
5 into 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ഗ്രോത്ത് മാത്രമേ നമുക്ക് ബിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. 100% ഗ്രോത്ത് ആണ് നമുക്ക് എയിൽ കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, സോ ഇങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് കണ്ടീഷൻ ഫോർ ഗ്രോത്ത്. ഓക്കെ, സോ ഒരു ഗ്രോത്ത് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഈ ഒരു പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വൈ ഡു യു not try to write down what you think are necessary condition for growth? This list may have water, oxygen, nutrients and very essential elements for growth. Okay, ഇതായിരിക്കും നിങ്ങൾ കൂടുതലും എഴുതുക. The plant cell grow in size by cell enlargement which in turn require water. അതായത് ഒരു പ്ലാന്റിന്റെ സെല്ല് എൻലാർജ്മെന്റ് ആവുന്നുണ്ടല്ലോ, അതാണല്ലോ ഒരു ഓവറോൾ പ്ലാന്റ് ഗ്രോത്ത് ആവാനുള്ള കാരണക്കാരൻ. ഒരു സെല്ല് അതിന്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ സെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ആദ്യം സെൽ എൻലാർജ്മെന്റ് ആവുന്നുണ്ടല്ലോ, ആ സെൽ എൻലാർജ്മെന്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വാട്ടർ വേണം. ടർജിഡിറ്റി ഓഫ് സെൽ ഹെൽപ്സ് ഇൻ എക്സ്റ്റൻഷൻ ഗ്രോത്ത്. അതായത് ടർജിഡിറ്റി, വാട്ടറിനെ ക്യാപ്ചർ ചെയ്തിട്ട് സെൽ അതിന്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ദാസ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഫർദർ ഡെവലപ്മെന്റ് ഈസ് ഇന്റിമേറ്റ്ലി ലിങ്ക്ഡ് വിത്ത് വാട്ടർ സ്റ്റേറ്റസ് ഓഫ് ദി പ്ലാന്റ്. ആ പ്ലാന്റിൽ എത്ര വാട്ടർ ഉണ്ട്, എങ്ങനെ വാട്ടർ കിട്ടുന്നുണ്ട്, ഇതിന്റെയൊക്കെ ബേസിസിൽ ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, വാട്ടർ ഓൾസോ പ്രൊവൈഡ് മീഡിയം ഫോർ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ഒരു പ്ലാന്റിൽ, അതായത് നമ്മുടെ ബോഡിയിൽ ആവട്ടെ, ഏത് ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, അതിലൊക്കെ മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ആ മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. സോ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റണം? വാട്ടർ കാണാൻ പറ്റണം. ഓക്കെ, രണ്ടാമത്തേതാണ് ഓക്സിജൻ. ഓക്സിജൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മെറ്റബോളിക് എനർജി. അതായത് ATP പ്രൊഡ്യൂസ് ആവണം എങ്കിൽ, ഓക്കെ, ATPനെ പ്രൊഡ്യൂസ് ചെയ്യണം എങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റണം? ഓക്സിജൻ കാണാൻ പറ്റണം. അതായത് റെസ്പിറേഷൻ എന്നൊരു പ്രോസസ് നടന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? ATP പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. ATP പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ അവിടെ എന്താവുന്നുള്ളൂ? ഒരു ബാക്കിയുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റിയും നടക്കുള്ളൂ. അതിനൊക്കെ വേണ്ട കാര്യം എന്താണ്? ഓക്സിജൻ. ഓക്കെ, സോ ഓക്സിജൻ ഇല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കില്ല. നെക്സ്റ്റ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ബേസിക് റിക്വയർമെന്റ് ആണ്, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. നമുക്ക് ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ ചെത്തുകല്ലോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കെട്ടാൻ പറ്റില്ല? ഒരു വീടിനെ കെട്ടാൻ പറ്റില്ല. വെറും മണലും അതുപോലെ തന്നെ സിമെന്റും മാത്രം ഉണ്ടെങ്കിൽ ഒരു വീടിനെ മൊത്തത്തിൽ കെട്ടാൻ പറ്റില്ല. കല്ലെങ്കിലും വേണം, അല്ലെങ്കിൽ ഇഷ്ടികയോ അല്ലെങ്കിൽ ചെത്തുകല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ആ ബിൽഡിംഗ് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കെട്ടാൻ പറ്റില്ല? ഒരു വീട് കെട്ടാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും. ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നില്ല. Okay. In addition, every plant organism has an optimum temperature range best suitable for the growth. അതായത് ഒരു പ്ലാന്റ്, ഇപ്പൊ നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമാണ് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം അതേപോലെ തന്നെയാണ് പ്ലാന്റിലും ആ ഒരു ഓർഗാനിസം പ്രോപ്പറായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറിന്റെ ആവശ്യം വളരെ എസെൻഷ്യൽ ആണ്. സോ ഇവിടെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നന്നായിട്ട് തണുപ്പ് മഞ്ഞൊക്കെ വീഴുന്ന ഒരു പ്ലേസസിൽ നിങ്ങൾ കൊണ്ടുപോയി നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളരില്ല. ഓക്കെ, അവിടെയുള്ള ഏതോ ഒരു ചെടീനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് കൊണ്ടുവന്നിട്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിന് അതിൻ്റെതായ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു പ്ലാന്റ് മെറ്റബോളിക് ആക്ടിവിറ്റീനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ എന്താവുന്നുള്ളൂ, ആ പ്ലാന്റ് ഗ്രോ ആകുന്നുള്ളൂ. ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ലൈറ്റ്, ഗ്രാവിറ്റി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്? ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ. ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ദ സെൽ ഡിവൈഡ് ഫ്രം റൂട്ട് എപ്പിക്കൽ ആൻഡ് ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം ആൻഡ് കേംബിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്യൂർ ടു ഫോം സ്പെസിഫിക് ഫംഗ്ഷൻ.
ഓക്കെ, സോ അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നുണ്ടല്ലോ. അതിൽ ഒരു സെല്ല് റീഗെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു, അതായത് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊരു സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, പാരൻ കൈമ, കോലൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം, ഫ്ലോയം എന്നൊക്കെ ആയിട്ട് മാറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് സ്പെസിഫിക് ഫംഗ്ഷൻ അത് ഗെയിൻ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു സെല്ലിന്, അങ്ങനെയുള്ള ഒരു മോഡിഫിക്കേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിഫറൻസിയേഷൻ. ഓക്കെ, സോ മെച്ചൂറേഷൻ ആവുന്ന ഒരു സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അത് മെച്ചൂർ ആവുകയാണ്, അതായത് അതിന്റെ ഫംഗ്ഷനെ ഗെയിൻ ചെയ്യുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കണം. Okay, during differentiation, cell undergo few to major structural changes. Okay, so ഒരുപാട് structural changes നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? സെൽ വാൾ ആൻഡ് പ്രോട്ടോപ്ലാസം ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ട്രേക്കറി എലിമെന്റ്സ്, അതായത് ട്രേക്കിറ്റ്സ്, സൈലമിലുള്ള ഒരു കോമ്പനന്റ് ആണ് ട്രേക്കിറ്റ്സ്. ഏതൊക്കെ സൈലം കോമ്പനന്റ്സ് നമുക്ക് കാണാൻ പറ്റും? സൈലം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടിഷ്യൂസിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്, അതുപോലെ തന്നെ ട്രേക്കിറ്റ്സ്, അതുകൂടാതെ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? വെസൽസ്, അല്ലെ? സോ ഇങ്ങനെ 4 കോമ്പനൻസ് ആണ് കാണാൻ പറ്റുക. അതിൽ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? ട്രേക്കറി എലിമെന്റ്സ്, അതായത് ട്രേക്കിറ്റ്സ്. The cell would lose their protoplasm. അതിന്റെ പ്രോട്ടോപ്ലാസമിന് അത് എന്ത് ചെയ്യാണ്? അതിനെ വേണ്ടെന്ന് വെക്കുകയാണ്. ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ലിഗ്നി സെല്ലുലോസിക് സെക്കൻഡറി സെൽ വാളിനെ ഫോം ചെയ്യുകയാണ്. അതായത് കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള ഒരു സെൽ വാളിനെ, സെക്കൻഡറി സെൽ വാളിനെ ഫോം ചെയ്യുന്നുണ്ട്. ടു ക്യാരി വാട്ടർ, അതായത് സൈലമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു ക്യാരി വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്, അല്ലെ? റൂട്ടിൽ നിന്നും സ്റ്റെമ്മിലൂടെ, ബ്രാഞ്ചസിലൂടെ ഒക്കെ കടന്ന് എവിടെ എത്തണം? ലീഫിലേക്ക് എത്തണം. അവിടെ വരെ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പ്രോട്ടോപ്ലാസം കളയുകയാണ്, സെക്കൻഡറി സെൽ വാളിനെ ഫോം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസിനെ ഈ ഒരു സെൽ അല്ലെങ്കിൽ ഈ ഒരു ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ട്രൈ ടു കോറിലേറ്റ് ദ വേരിയസ് അനാറ്റമിക്കൽ ഫീച്ചർ യു എൻകൗണ്ടർ ഇൻ പ്ലാന്റ് ടു ദി ഫംഗ്ഷൻ ദേ പെർഫോം. അതായത് നിങ്ങൾ വേറെയുള്ള ബാക്കിയുള്ള എല്ലാ ഒരു ടിഷ്യൂസിനെയും നിങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാം എന്ന് പറയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതുപോലെ ഓരോ സെൽസിനെ പറ്റിയിട്ടും കമ്പയർ ചെയ്ത് നോക്കിക്കോളും. ഓക്കെ, പ്ലാന്റ് ഷോ അനദർ ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ. ദ ലിവിംഗ് differentiated cell that by now have lost the capacity to divide and regain the capacity of division under certain condition. അതായത് ആദ്യം ഡിഫറൻഷിയേറ്റ് ആയിട്ട് പാരൻ കൈമ, കോലൻ കൈമ, സ്ക്ലീറൻ കൈമ എങ്ങനെയൊക്കെ ആയിട്ടുള്ള സൈലം, ഫ്ലോയം എന്ന് പറയുന്ന ആ സ്ട്രക്ചർ ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അതെന്താകുന്നുണ്ട്? പിന്നെയും മെരിസ്റ്റമായിട്ട്, ഈ എല്ലാ സെല്ലും പിന്നെയും മെരിസ്റ്റമായിട്ട് മാറുകയാണ്. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡി ഡിഫറൻസിയേഷൻ. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡി ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫോർമേഷൻ ഓഫ് മെരിസ്റ്റം. ഓക്കെ, പിന്നെയും മെരിസ്റ്റമായിട്ട് മാറുകയാണ്. അതായത് ഇന്റർഫെസിക്കുലർ കേമ്പിയം ആൻഡ് കോർക്ക് കേമ്പിയം ഫ്രം ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമ സെൽ. ഓക്കെ, സോ ഒരു പാരൻകൈമ സെല്ലിൽ നിന്നും പിന്നെയും എന്തായിട്ട് മാറുന്നുണ്ട്? മെരിസ്റ്റമായിട്ട് മാറുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റർഫെസിക്കുലർ കേമ്പിയം, അതുപോലെ തന്നെ കോർക്ക് കേമ്പിയം എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഇതൊക്കെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീനൊക്കെ കളഞ്ഞിട്ട് അത് പാരൻകൈമ സെല്ലായിട്ട് മാറിയിരുന്നതായിരുന്നു. ആ പാരൻകൈമ സെല്ലാണ് അതിന്റെ ഫംഗ്ഷനെ വേണ്ടെന്ന് വെച്ചിട്ട്, അതായത് ഞാൻ സ്റ്റോറേജ് ഓഫ് ഫുഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡി ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം റീഡിഫറൻസിയേഷൻ. എന്താണ് റീഡിഫറൻസിയേഷൻ? അതായത് ഈ ഡി ഡിഫറൻസിയേഷൻ ആയിരിക്കുന്ന ഈ സെൽസ് ഇല്ലേ, മെരിസ്റ്റം സെൽസ് ഇല്ലേ, അത് പിന്നെയും എന്തായി മാറും? പാരൻകൈമ, കോലൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. അതായത് നേരത്തെ എന്തായിരുന്നോ അത് തന്നെ ആയിട്ട് പിന്നെയും തിരിച്ച് വരും. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? റീഡിഫറൻസിയേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പാരൻകൈമ, കോലൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഈ സെല്ല് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീനെ ചെയ്യുന്നത്, പിന്നെയും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീനെ ചെയ്യുന്നത് എന്തോ ഒരു ലോസിന്, എവിടെയോ എന്തോ ഒരു ലോസ് ഉണ്ടായി. ആ ലോസിന്
റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് പിന്നെയും തിരിച്ച് പാരൻകൈമ കോളൻ കൈമ ഒന്നും ആവാതെ മാറുകയാണെങ്കിൽ, അത് മെരിസ്റ്റം ആക്ടിവിറ്റിനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത്ര വരേണ്ട സെല്ല് ഇത്രയായിട്ട് മാറും, അത് ട്യൂമറായിട്ട് മാറിപ്പോകും അല്ലെ. സോ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്ലാന്റ് പിന്നെയും പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. അതിന് നമ്മൾ റീഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. Okay, so recall in section 13.1.1 we have mentioned that the growth in plant is open. Okay, open ആയിട്ടുള്ള ഒരു growth ആണ്. That is, it can be indeterminate or determinate. How we may say that even differentiation in plant is open because cell tissue arises out of the same meristem have different structure and maturity at maturity. The final structure at maturity of a cell or tissue is also determined by the location of the cell within. അതായത് ഏത് പ്ലേസസിലാണോ ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ സെല്ല്, അതിന്റെ ബേസിസിലായിരിക്കും അതിന്റെ ഫംഗ്ഷൻ ഗെയിൻ ചെയ്യലും അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യലും. ഓക്കെ, for example, cell deposition away from the root apical meristem differentiate as root cap cell, while those pushed towards the peripheral mature as epidermis. അതായത് ഈ ഔട്ടർ മോസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്നതൊക്കെ എപ്പിഡെർമിസ് ആയിട്ടും, അതുപോലെ തന്നെ മെരിസ്റ്റം ഇവിടെ ഉണ്ട്. മെരിസ്റ്റമിന്റെ ഈ ഭാഗത്തിൽ ഉണ്ടാവുന്ന ഈ സെല്ലിനൊക്കെ നമ്മൾ റൂട്ട് ക്യാപ്പ് എന്നും വിളിക്കാറുണ്ട് അല്ലെ. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, റൂട്ട് ക്യാപ്പ് എന്ന് വിളിക്കും. അതായത് ഈ ഭാഗത്തിലോട്ട് തള്ളപ്പെടുന്ന എല്ലാ സെൽസും റൂട്ട് ക്യാപ്പ് ആയിട്ടും, അതായത് പെരിഫെറലിലേക്ക് തള്ളപ്പെടുന്ന സെൽസ് ഒക്കെ എന്തായിട്ട് മാറും, എപ്പിഡെർമിസും ആയിട്ട് മാറും. അതായത് ഏത് ഭാഗത്തിലാണോ ആ സെല്ലുള്ളത് അതിന്റെ ബേസിസിൽ അതിന്റെ ഫംഗ്ഷൻ അത് തെരഞ്ഞെടുക്കും. ഓക്കെ, സോ അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്, വാട്ട് യു മീൻ ബൈ ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത്? Okay, so development is a term that include all changes that an organism go through during its life cycle. ഒരു ലൈഫ് സൈക്കിൾ, അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഉള്ളിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമോ ആ എല്ലാ ചേഞ്ചസിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും, ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ എവിടെ തൊട്ട് എവിടെ വരെയാണ് ജെർമിനേഷൻ ഓഫ് എ സീഡ് ടു സെനസെൻസ്. അതായത് ഒരു സീഡ് ജെർമിനേറ്റ് ആയിട്ട് പ്ലുമ്യൂലും റാഡിക്കലും ഡെവലപ്പ് ആവില്ലേ, അവിടെ തൊട്ട് ആ ഒരു പ്ലാന്റ് പോകുന്നത് വരെ. ഓക്കെ, അത്രയുള്ള കാലം, ആ ഒരു കാലത്തിൽ എന്തൊക്കെ ചേഞ്ചസ് കാണാൻ പറ്റുമോ ആ എല്ലാ ചേഞ്ചസിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെവലപ്മെന്റ്. Okay, diagrammatic representation of sequence of process which continues the development of cell of a plant cell is given in the figure. It is also capable of tissue or organ. Okay, so ഇവിടെ നമുക്ക് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താണ് ഡയഗ്രാമിൽ തന്നിരിക്കുന്നത്? മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സെൽ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. സെൽ ഡിവിഷൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ അത് എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലിന്റെ സൈറ്റോപ്ലാസമിനെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്തിന് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്രോത്ത്, അതായത് ഒരു സെല്ലുണ്ട്, അതിന്റെ സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് ആകും. സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് ആയതിനു ശേഷമാണ് 2 സെല്ലായിട്ട് മാറുന്നത്. സോ അത് എവിടത്തേക്ക് എൻ്റർ ആവുന്നുണ്ട്, റീജിയൻ ഓഫ് ഇലോങ്കേഷനിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. റീജിയൻ ഓഫ് എലോങ്കേഷനിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഡിഫറൻസിയേഷൻ ആവുന്നുണ്ട്. ഏത് ഭാഗത്തിലാണോ ആ ഒരു സെല്ലുള്ളത് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഗെയിൻ ചെയ്തിട്ട് അത് മെച്ചൂർ സെല്ലായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, മെച്ചൂറേഷൻ എന്ന് പറയുന്നത് പാരൻ കൈമ, കോലൻ കൈമ, സ്ക്ലീറൻ കൈമയൊക്കെ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ മെച്ചൂറേഷൻ എന്ന് പറയുന്നത്. ആ മെച്ചൂറേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം മെച്ചൂർ സെല്ലായിട്ട് ഫോം ആവുന്നുണ്ട്. മെച്ചൂർ സെൽ ആയിട്ട് ഒരുപാട് ഫംഗ്ഷൻസിന് ആ പ്ലാന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഒരു ലൈഫ് സ്പാൻ, അതിന്റെ ലൈഫ് സ്പാൻ, ആ സെല്ലിന്റെ ലൈഫ് സ്പാൻ എത്തിക്കഴിയുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും, സെനസെന്റ് ഏജ് എന്ന് വിളിക്കും, സെനസെന്റ് ഫേസ് എന്ന് വിളിക്കും. സെനസെന്റ് ഫേസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫൈനലി ആ ഒരു സെൽ എന്താവുകയാണ്, ദേ വിൽ ഡൈ. ഓക്കെ, സോ ഇതാണ് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഇൻ എ പ്ലാന്റ്. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് എന്താണ് പ്ലാസ്റ്റിസിറ്റി, വാട്ട് യു മീൻ ബൈ പ്ലാസ്റ്റിസിറ്റി എന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ് അലോ ഡിഫറെന്റ് പാത്വേ ഇൻ റെസ്പോൺസ് ടു environment or phases of life to form different kinds of structures. Okay, thus this ability is called plasticity. അതായത് എൻവയറമെന്റ് എന്തൊക്കെയാണോ, അതായത് ഒരു പ്ലാന്റ് ഉണ്ട്. ഓക്കെ, സോ ഒരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിന്റെ മുകളിൽ എൻവയറമെന്റിന്റെ സ്ട്രെസ് എന്തൊക്കെയാണോ അതിന്റെ ബേസിസിൽ
അതുകൂടാതെ ഏത് ഫേസ്, അത് യങ് ഫേസ് ആണോ, മെച്യൂർ ഫേസ് ആണോ, ഡെവലപ്പിംഗ് ഫേസ് ആണോ, ഏത് ഫേസ് ആണോ ആ ഒരു പ്ലാന്റ് ഉള്ളത്, അതിന്റെ ബേസിസിൽ അത് ചെറിയ ചെറിയ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ആ പ്ലാന്റിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, സോ എക്സാമ്പിൾ ഹെറ്ററോഫിലി എടുക്കാം. ഹെറ്ററോഫിലി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ്. സോ കോട്ടണില്, ഓക്കെ, കോട്ടൺ പ്ലാന്റിൽ കോട്ടന്റെ ലീഫില്, അതുപോലെ തന്നെ കൊറിയാൻഡറിന്റെ ലീഫ്, അതായത് നമ്മുടെ മല്ലിയില, അതുപോലെ തന്നെ ലക്സ്പൂർ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീഫിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ജുനൈൽ ഫേസിൽ അതിന്റെ ലീഫ് വേറെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ മെച്ചൂർ ആയി കഴിയുമ്പോൾ, ഓക്കെ, മെച്ചൂർ ആയി കഴിയുമ്പോൾ അതിന്റെ ലീഫ് വേറെ പോലെ ഇരിക്കും. സി, ജുനൈൽ ഫേസിൽ കണ്ടില്ലേ, കുറച്ചുകൂടെ നീഡൽ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ നീഡൽ പോലെ. മെച്ചൂർ ആയി കഴിയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പ് കണ്ട ഇവിടെ, അല്ലെ? സോ ജുനൈൽ ഫേസിലെ വേറെ പോലെ, അതുപോലെ തന്നെ മെച്ചൂർ ഫേസിലെ വേറെ പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ എൻവയറമെന്റലിന് ഒരു എക്സാമ്പിൾ ഉണ്ട്, അതായത് ബട്ടർ കപ്പ്. ഇൻ അതർ ഹാൻഡ്, ഡിഫറൻസ് ഇൻ ദി ഷേപ്പ് ഓഫ് ദി ലീഫ് പ്രൊഡ്യൂസ്ഡ് ഇൻ എയർ ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ ഇൻ ബട്ടർ കപ്പ്. ബട്ടർ കപ്പ് എന്ന് പറയുന്ന പ്ലാന്റില്, ഓക്കെ, സോ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ വിരിഞ്ഞ ലീഫാണ് നമുക്ക് കാണാൻ പറ്റുക, ബട്ടർ കപ്പ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീഫ്. ഓക്കെ, പക്ഷേ ഒരു വാട്ടറിനകത്താണ് ആ പ്ലാന്റ് ഉള്ളതെങ്കിൽ, ഓക്കെ, വാട്ടറിലും ഈ ഒരു പ്ലാന്റ് വളരും, അതുപോലെ തന്നെ ടെറസ്ട്രിയലിൽ ഈ പ്ലാന്റ് വളരും. വാട്ടറിൽ വളരുമ്പോൾ അതിന്റെ ലീഫ് എന്തായിരിക്കും? ഭയങ്കര നീഡൽ പോലെ, ഇതുപോലെ ഭയങ്കര നീഡൽ പോലെ ആയിരിക്കും. പക്ഷെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കുറച്ചുകൂടെ വിരിഞ്ഞ ലീഫ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് യെസ്, സോ സെയിം തിങ്, നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. ദസ് ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആർ വെരി ക്ലോസ് റിലേറ്റഡ് ഈവന്റ് ഇൻ ദി ലൈഫ് ഓഫ് എ പ്ലാന്റ്. അതായത് ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈവന്റ്സ് ആണ്. ഓക്കെ, ബ്രോഡ്ലി ഡെവലപ്മെന്റ് is considered as the sum of growth and differentiation. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അതായത് ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ, ആ ഒരു ഭാഗത്തിൽ എന്തൊക്കെയാണോ കളക്റ്റീവ്ലി നടക്കുന്നത് അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡെവലപ്മെന്റ് എന്ന് പറയും. സോ ഡെവലപ്മെന്റ് ഇൻ പ്ലാന്റ്സ് is under the control of intrinsic and eccentric factor. The former includes both extracellular and intracellular factors. അതായത് ജനറ്റിക്കും അതുപോലെ തന്നെ വേറെ വേറെ കെമിക്കൽസ്, അതിന്റെ പ്രോട്ടോപ്ലാസം, ന്യൂട്രിയൻസ്, അല്ലെ? സോ അതുപോലെ തന്നെ ഓക്സിജൻ അതൊക്കെ വരുന്നത് എക്സെൻട്രിക്കിലാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം, ഏത് രീതിയിലുള്ള പ്രോട്ടോപ്ലാസം ആണ് ഉള്ളത്, അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് വരിക? ഫൈറ്റോ ഹാർമോൺസ്. ഓക്കെ, സോ ഫൈറ്റോ ഹാർമോൺസ് ഇതൊക്കെ വരുന്നുള്ളത് എന്തിലാണ്? ഇൻട്രാസെല്ലുലാറിലാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ അല്ലെങ്കിൽ നമ്മുടെ എക്സെൻട്രിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ലൈറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് എക്സ്ട്രാ സെല്ലുലാർ അല്ലെങ്കിൽ എക്സെൻട്രിക് ഫാക്ടേഴ്സിലാണ്. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനെ ഫൈറ്റോ ഹോർമോൺസ് എന്തെന്ന് വിളിക്കാം? അയ്യോ, ഫൈറ്റോ ഹോർമോൺസ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എഴുതുമ്പോൾ ഇതെന്താ മാറിപ്പോയേ? യെസ്, സോ എന്താണത്? ഫൈറ്റോ ഹോർമോൺസിനെ പറ്റിയിട്ട് പഠിക്കാം. യെസ്, സോ വളരെ കുറച്ച് ഫൈറ്റോ ഹോർമോൺസിനെ പറ്റി മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. സോ എല്ലാത്തിൻ്റെയും ഫിസിയോളജിക്കൽ എഫക്റ്റ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ പഠിക്കാം. യെസ്, സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. So plant growth regulators are small simple molecules of diverse chemical composition. അതായത് ഒരു കുഞ്ഞു മോളിക്യൂളാണ്, വളരെ കുറച്ച് മാത്രം പ്ലാന്റിന് വേണ്ട ഒരു മോളിക്യൂളാണ്. അതിൽ വേറെ വേറെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദേ ഇൻക്ലൂഡ് ഇൻഡോൾ കോമ്പൗണ്ട് ഉള്ളത് ഏതൊക്കെയാണ്? ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ്, അതുപോലെ തന്നെ എന്താണ്? അഡിനൈൻ ഡിറൈവേറ്റീവ് ഏതാണ്? N6 പെർഫ്യൂറൈനൈൽ അമൈനോ പ്രൊപ്പീൻ കൈറ്റിനിൻ, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ കെറോട്ടിനോയിഡിന്റെ എന്താണ്? ആബ്സിസിക് ആസിഡ് ആണ്.
ടർപ്പൈൻ്റെ ഏതാണ്? ഗിബർലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഗ്യാഷ്യസ് ആയിട്ട് എത്തിലിൻ ഉണ്ട്. സോ ഇത്രയും ഒരു ഹോർമോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഞാൻ പറഞ്ഞില്ല ഇൻഡോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞില്ല, അതായത് ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ്, ദിസ് ഇസ് നത്തിങ് ബട്ട് ഓക്സിൻസ്. ഓക്കെ, ഇതെന്താണിത്? ഓക്സിൻസ് ആണ്. യെസ്, so plant growth regulators are variously described as plant growth substances, plant hormones, phytohormones എന്നൊക്കെ വേറെ വേറെ പേരിൽ വിളിക്കുന്നുണ്ട്. സോ കളക്റ്റീവ്ലി നമുക്ക് എന്തെന്ന് പറയാം? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എവിടെയാണത്? കാണുന്നില്ലല്ലോ. യെസ്, one group is plant growth regulators are involved in the growth promoting activity. ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ്. അതായത് സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെന്റ്, പാറ്റേൺ ഫോർമേഷൻ, ട്രോപ്പിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, സീഡ് ഫോർമേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആ ഒരു ഹോർമോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. സോ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്സിൻസ്, ഗിബർലിൻസ് ആൻഡ് സൈറ്റോകൈൻ. ഓക്കെ, ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ എന്താണ്? ദാറ്റ് ഈസ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അതർ ഗ്രൂപ്പ് ഉണ്ട്, വേറെ ഇങ്ങനൊരു ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതെന്താണത്? ദാറ്റ് ഈസ് സ്ട്രെസ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻവയറമെന്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ റിലീസ് ആവുന്ന ഒരു ഹോർമോൺ ആണ്. ആ ഒരു ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഓക്കെ, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരാളാണ്. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? That is called abscisic acid. Okay, example ഏതാണ്? abscisic acid ആണ്. സോ ഇനിയൊരു ടൈപ്പും കൂടെ ഉണ്ട്, അതായത് ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എത്തിലിൻ എന്ന് വിളിക്കും. സോ എത്തിലിന് ഇൻഹിബിറ്റർ ആയിട്ടും അതുപോലെ തന്നെ പ്രൊമോട്ടർ ആയിട്ടും 2 രീതിയിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഹോർമോണിനെ പറ്റിയിട്ട്, അതായത് ഡിസ്കവറി ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. So interestingly, the discovery of each of 5 major group of growth promoter, അതായത് growth regulator, have been accidental. Okay, accidental ആയിട്ടാണ് ഈ 5 ഹോർമോനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. All this started with observation of Charles Darwin. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് എവല്യൂഷന്റെ ഫാദർ ആണ് അല്ലെ. സോ ആ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? അവന്റെ മകനും സഹായിച്ചിട്ട്, അതായത് ഫ്രാൻസിസ് ഡാർവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, 2 പേരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കാനറി എന്ന് പറയുന്ന ഗ്രാസിന്റെ കോളിയോപ്റ്റൈലിനെ അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോളിയോപ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കോളിയോപ്റ്റൈൽ. അതായത് ഇത് സീഡ് ആണല്ലോ. ഈ സീഡിൽ ഇവിടെ എന്തുണ്ടാവും? പ്ലുമ്യൂൾ ഉണ്ടാവും, ഇവിടെ റാഡിക്കൽ ഉണ്ടാവും. സോ ഈ പ്ലുമ്യൂളിന്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കോളിയോപ്റ്റൈൽ. സോ ഈ കോളിയോപ്റ്റൈലിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഈ ഒരു കോളിയോപ്റ്റൈല് എവിടെയാണോ ലൈറ്റ് ഉള്ളത് ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോട്രോപ്പിസം. ഏത് ഭാഗത്തിലോട്ടാണോ ലൈറ്റ് ഉള്ളത് ആ ഭാഗത്തിലോട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കും. സോ ഈ ഫോട്ടോട്രോപ്പിസമിന് കാരണക്കാരൻ ആരാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതൊരു ഹോർമോൺ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഹോർമോന്റെ പേരാണ് ഓക്സിൻ. ഓക്കെ, അതിന്റെ പേരെന്താണ്? ഓക്സിൻ എന്ന് അവർ മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ഓക്സിനെ എക്സ്ട്രാക്ട് ചെയ്തത്, ഐസോലേറ്റ് ചെയ്തത്. ഓക്കെ, യെസ്, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഐസോലേറ്റ് ചെയ്തത് ആരാണ്? FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, അത് ഓട്സിന്റെ സീഡ്ലിംഗിൽ നിന്നും. ഓക്കെ, സോ നോട്ട് ഇൻ കെനറി പ്ലാന്റ്. ഓക്കെ, കെനറി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നും അല്ല, ഓട്സിന്റെ സീഡ്ലിംഗിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഹോർമോണിനെ എക്സ്ട്രാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഐസോലേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് ബെക്കർനെ എന്ന് പറയുന്ന ഒരു ഡിസീസ് റൈസിന്റെ, അതായത് നമ്മുടെ പാടത്തിൽ, നെൽകൃഷിയുള്ള പാടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദി ഫംഗൽ പാത്തോജൻ, ഒരു ഫംഗസിന്റെ ഇൻഫെക്ഷൻ കാരണം. ഏത് ഫംഗസിന്റെ ആയിരുന്നു? ഗിബ്ബറെല്ല ഫ്യൂസിക്കൊറൈ എന്ന് പറയുന്ന ഒരു ഫംഗൈന്റെ ഡിസീസ് കാരണം, ഫംഗൈ ഉണ്ടാക്കിയ ഒരു ഡിസീസ് കാരണം ഒരു അതായത് നമ്മുടെ പാടകൃഷി, അതായത്
റൈസിന്റെ ഇതില് പ്ലാന്റ്സില് ഒരു ഡിസീസ് ഉണ്ടായി. ആ ഡിസീസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊറോസോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഹാർമോണിനെ കണ്ടുപിടിച്ചു. ആ ഹാർമോണിന്റെ പേരാണ് ഗിബ്ബറെലിക് ആസിഡ്. ഏതാണ്? ഗിബ്ബറെലിക് ആസിഡ്. ഓക്കെ, അടുത്തത് സ്കൂഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സ്കൂഗും അവരുടെ സഹായികളും കൂടെ ഒരുമിച്ചിട്ട് ടൊബാക്കോ സ്റ്റെമ്മിന് ടൊബാക്കോ സ്റ്റെം ആൻഡ് കാലസ് proliferated only if the addition of auxin and nutrient medium was supplemented with the one of the following: extract of vascular tissue, yeast extract, coconut milk or DNA. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഓക്സിനും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ, ടൊബാക്കോ എന്ന് പറയുന്ന പ്ലാന്റ് ലാബിൽ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ എല്ലാ മെറ്റീരിയല് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് സൈറ്റോകൈനിൻ എന്ന് പറയുന്ന സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോസസ്സ്. അതായത് സൈറ്റോകൈനസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് സൈറ്റോപ്ലാസമിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൈറ്റോകൈനസിസ് എന്ന് പറയും. ആ സൈറ്റോകൈനസിസിനെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർമോണിന്റെ കാരണമാണ്. ആ ഹാർമോൺ അവർ വിളിച്ച പേരാണ് കൈനറ്റിൻ. ഓക്കെ, എന്തെന്ന് വിളിക്കും? കൈനറ്റിൻ എന്ന് വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിഡ് 1960 ആകുമ്പോൾ ഒരു ഡിഫറെന്റ് പാർട്സിലുള്ള വേൾഡിന്റെ ഡിഫറെന്റ് പാർട്സിലുള്ള സയന്റിസ്റ്റ് ഒക്കെ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരുപാട് ഹാർമോണിനെ കണ്ടുപിടിച്ചു. അതിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാർമോൺ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഹിബിറ്റർ ബി, അബ്സിഷൻ 2 ആൻഡ് ഡോർമിൻ എന്ന് പറയുന്ന 3 ഹാർമോണിയാണ് അവർ കണ്ടുപിടിച്ചത്. പക്ഷേ ലേറ്റർ അവർ മനസ്സിലാക്കി ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇത് 3ഉം ഒന്ന് തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കി. അതിന്റെ പേരാണ് ആബ്സിസിക് ആസിഡ്. ഓക്കെ, അടുത്തത് HH കസിൻസ്. ഓക്കെ, HH കസിൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അവര് ഫ്രൂട്ടില് ഒരു ഗാഷ്യസ് ആയിട്ടുള്ള ഒരു ഹാർമോൺ റിലീസ് ആവുന്നുണ്ട്. ആ ഒരു ഹാർമോൺ ആണ് ബാക്കിയുള്ള എല്ലാ പഴങ്ങളെ പെട്ടെന്ന് പഴുപ്പിക്കാൻ സഹായിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ആ ഒരു ഹാർമോണിന്റെ പേരാണ് എഥിലിൻ. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഹാർമോണും. ഇപ്പൊ നമ്മൾ ഓക്സിൻ എന്ന് പറഞ്ഞ ഹാർമോൺ പഠിച്ചു, അതുപോലെ തന്നെ ആബ്സിസിക് ആസിഡ്, എഥിലിൻ, ഗിബ്ബർലിക് ആസിഡ്. സോ ഇങ്ങനെയുള്ള ഹാർമോൺസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നോക്കിയില്ലേ, ആരൊക്കെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹാർമോൺസ് ഒക്കെ പ്ലാന്റിന് എന്താണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പ്ലാന്റിന്റെ ബോഡിയിൽ ഈ ഹാർമോണിന്റെ പങ്ക് എന്താണ്? സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഫിസിയോളജിക്കൽ എഫക്ട് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഓക്സിൻ. സോ ഓക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഗ്രോ എന്നാണ് അർത്ഥം. അതായത് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. ഹ്യൂമന്റെ യൂറിനിൽ നിന്നുമാണ്, അതായത് നമ്മുടെ മൂത്രത്തിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ദ ടേം ഓക്സിൻ ഈസ് അപ്ലൈഡ് ടു ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ് and to another natural and synthetic compounds have certain growth regulating properties. So they are generally produced by growing epices. ഇത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഗ്രോയിങ് എപ്പിസസ്, അതായത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, അതുപോലെ തന്നെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ഈ ഒരു റീജിയനിലാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. ഓക്കെ, സോ ദെൻ ദേ മൈഗ്രേറ്റ് ടു റീജിയൻ ഓഫ് അതർ. അതായത് ആദ്യം പ്രൊഡ്യൂസ് ആവുന്നത് ആ ഒരു ഭാഗത്തിലാണെങ്കിൽ പോലും അത് വേറെ ഭാഗത്തിലേക്ക് അത് മൂവ് ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്സിൻ ലൈക്ക് ഇൻഡോൾ അസിറ്റിക് ആസിഡ് ആൻഡ് ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്, ഇത് രണ്ടുമാണ് നാച്ചുറലി പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, നാച്ചുറലി പ്രൊഡ്യൂസ് ആവുന്ന ഹാർമോൺസ് ഓക്കെ പ്ലാന്റിൽ. ബട്ട് ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം പ്ലാന്റ്സ്. പക്ഷേ NAA അതായത് നാപ്തലിൻ അസിറ്റിക് ആസിഡും അതുപോലെ തന്നെ 2,4-D അതായത് 2,4-ഡൈക്ലോറോഫീനോക്സി അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഈ 2 ഹാർമോൺസും ഈ 2 ഓക്സിൻസിനെ നമ്മൾ സിന്തറ്റിക്കലി ലാബറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും എന്താണ്? സിന്തറ്റിക് ഓക്സിൻസ് ആണ്. ദീസ് ഓക്സിൻസ് ഹാവ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ്. ഓക്കെ, സോ ഇത് നമ്മൾ ലാബറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത ഹോർമോൺസ് ആണ്. പക്ഷെ ഇതിനെ നമ്മൾ അഗ്രികൾച്ചറിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദേ ഹെൽപ്പ് ടു ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്. ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഇതെന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് പ്രൊഡ്യൂസ് ആവാൻ വേണ്ടി, സ്റ്റെം കട്ടിങ്ങിൽ റൂട്ട് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ആൻഡ് പ്ലാന്റ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്സിൻ പ്രൊമോട്ട് ഫ്ലവറിങ്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പൈനാപ്പിളിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഹെൽപ്പ് ടു പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ്, അതായത് ഫ്രൂട്ട് ഒക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴുക, ലീഫൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴുക, അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കൊഴിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ്, അത് കൂടാതെ തന്നെ മെച്ചൂർ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഓൾഡ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഈ ഒരു ഹാർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി, ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബഡ്, അതായത് എപ്പിക്കൽ ബഡിനെ കാണാൻ പറ്റും. ഇവിടെ ഒരു ലീഫ് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ ലാറ്ററൽ ബഡ്സും കാണാൻ പറ്റും അല്ലെ. സോ ഇവിടെ നിന്ന് ബ്രാഞ്ചസ് ഡെവലപ്പ് ആവും അല്ലെ. സോ ഈ ബ്രാഞ്ചസ് ഡെവലപ്പ് ആവുന്ന ഈ ഒരു ലാറ്ററൽ ബഡ്സിനെ പ്രിവെന്റ് ചെയ്യുകയും എപ്പിക്കൽ ബഡിന്റെ മാത്രം ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹാർമോൺ ആണ് നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്ന ഹാർമോൺ. ഈ ലാറ്ററൽ ബഡിന്റെ ഡെവലപ്മെന്റിനെ ഇത് സഹായിക്കില്ല. വെറും എപ്പിക്കൽ ഡോമിനൻസ്, അതായത് എപ്പിക്കലിലുള്ള ആ ഒരു ബഡിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കും. റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ് യൂഷ്വലി റിസൾട്ട് ഇൻ ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. ഓക്കെ, സോ റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ് യൂഷ്വലി റിസൾട്ട് ഇൻ ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. അതായത് ഈ ഒരു പാർട്ടിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ ബഡ് ഡെവലപ്പ് ആവും. ബിക്കോസ് ഈ ഒരു ബഡിലാണ് ഓക്സിൻസ് ഉള്ളത്, ഈ ഒരു പ്ലേസിലാണ് കൂടുതൽ ഓക്സിൻസ് ഉള്ളത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാറ്ററൽ ബഡ് ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് വൈഡ്ലി അപ്ലൈഡ് ഇൻ ടീ പ്ലാന്റേഷൻ, ഹെഡ് ഗെയിം മേക്കിംഗ് അല്ലെ. സോ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വൈഡ് ആയിട്ട് വളരുള്ളൂ. ഇല്ലെങ്കിൽ നല്ല നീളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാനൊക്കെ നല്ല കഷ്ടപ്പാടുണ്ടാവും അല്ലെ. സോ നമ്മുടെ പ്ലാന്റ്, അതായത് ടീ പ്ലാന്റേഷൻ ഒക്കെ ഈ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടാവണം. ബിക്കോസ് അതിനെ പിക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ഉണ്ടാവണം. വലിയ വലിയ മരങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പിക്ക് ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എപ്പിക്കൽ ഡോമിനൻസിലുള്ള ആ ഒരു ഓക്സിൻസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ലാറ്ററൽ ബ്രാഞ്ചസ് കുറച്ചുകൂടെ അധികമായിട്ട് വളരും. ലാറ്ററലി ഇങ്ങനെ വൈഡ് ആയിട്ട് വളരാൻ ആ ഒരു പ്ലാന്റ് വളരാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് ഓക്സിൻസ് ഓൾസോ ഇൻഡ്യൂസസ് പാർത്തനോകാർപ്പി. ഓക്കെ, പാർത്തനോകാർപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിത്തൗട്ട് സീഡ് ഡെവലപ്പ് ആവാതെ ഫ്രൂട്ട് മാത്രം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാർത്തനോകാർപ്പി എന്ന് വിളിക്കും. സോ ദേ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ഹെർബിസൈഡ് ആയിട്ടും, അതായത് പ്ലാന്റിന്റെ ഇടയ്ക്ക് തന്നെ ഡൈക്കോട്ടിലീഡനസ് പ്ലാന്റ്, അതായത് നമുക്ക് വേണ്ട പ്ലാന്റിന്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻസിനൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേറെ അൺവാണ്ടഡ് പ്ലാന്റ് വളരുന്നത് നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെർബ്സ് എന്ന് വിളിക്കും അല്ലെ. അത് കള എന്ന് വിളിക്കും. ആ കളയെ പിഴുത് കളഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ. അങ്ങനെ പിഴുത് കളഞ്ഞുകൊണ്ടിരിക്കില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ ഒരു ഹെർബിസൈഡ് ആയിട്ട് നമ്മൾ 2,4-ഡിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ സൈലം ഡിഫറൻഷിയേറ്റ്, ഇത് അതിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈലം ഡിഫറൻഷിയേറ്റ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഓക്സിൻസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗിബ്ബർലിൻ എന്ന് പറയുന്ന ഹോർമോനെ പറ്റിയിട്ടാണ്. ഗിബ്ബർലിൻ ആർ അനദർ കൈൻഡ് ഓഫ് പ്രൊമോട്ടറി, അതായത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോനാണ്. മോർ ദൻ 100 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗിബ്ബർലിൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗിബ്ബർലിക് ആസിഡ്. ഗിബ്ബർലിൻ 1, ഗിബ്ബർലിക് ആസിഡ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ 3 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഗിബ്ബർലിൻ ടു ഡിസ്കവർ ആൻഡ് റിമെയിൻ ദി മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി സ്റ്റഡീഡ് ഫോം ഇത് തന്നെയാണ്. ഏത്? ഗിബ്ബർലിക് ആസിഡ് 3 ആണ്. So all gibberellic acid are acidic. എല്ലാം acidic തന്നെയാണ്. They produces wide range of physiological responses in the plant. Their ability to cause an increase in the length of axis is used to increase the length of the grape stack. അതായത് ഒരു പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാർമോൺ യൂസ് ചെയ്യാറുണ്ട്. ഫ്രൂട്ട് ലൈക്ക് ആപ്പിൾ ടു ഇലോങ്ങേറ്റ് ആൻഡ് പ്രൊമോട്ട് ഇംപ്രൂവ് ഇറ്റ്സ് ഷേപ്പ്. അതിൻ്റെ ഒരു ഈ ആപ്പിളിലൊക്കെ അതിൻ്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബ്ബർലിൻ ആസിഡ് യൂസ് ചെയ്യാറുണ്ട്.
ദേ ആൾസോ ഡിലേ സെനസെന്റ്, അതായത് ഒരു പ്ലാന്റിന്റെ ലീഫ് അതൊക്കെ, അതായത് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഓവറോൾ ലൈഫ് സ്പാനിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ ഇതിൻ്റെയൊക്കെ എന്താ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് എങ്ങായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാർമോനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ സ്റ്റോർ കാർബോഹൈഡ്രേറ്റ് ആസ് ഷുഗർ ഇൻ ദിയർ സ്റ്റെം. Spraying sugarcane crop with gibberellic acid increases the length of the stem. So ഒരു അതായത് നമ്മൾ ഈ ഒരു എന്താ ഷുഗർ കെയിനെ വളയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് ഷുഗർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷുഗർ എവിടെയാണ് ഉണ്ടാവുക? ഇന്റർനോഡൽ സ്പേസിൽ, അതായത് ഇത് നോഡ്, അതിന്റെ നടുവിലുള്ള ഈ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റർനോഡ് എന്ന് വിളിക്കും. ഈ ഇന്റർനോഡിലാണ് കൂടുതൽ ഷുഗർ ഉണ്ടാവുക. ഈ ഷുഗർ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റർനോഡ് ഇലോങ്കേറ്റ് ആയിരിക്കണം, അല്ലെ? ആ ഇലോങ്കേഷന് വേണ്ടി നമ്മൾ ഈ ഗിബർലിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സ്പ്രേയിങ് ജുനൈൽ കോണിഫേഴ്സ് വിത്ത് ഗിബർലിക് ആസിഡ് ഹാസ്റ്റൻസ് the maturity period thus leads to early seed production. So അതായത് എന്താ പെട്ടെന്ന് തന്നെ സീഡ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിബർലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാബേജ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താ ബീറ്റ്, ക്യാബേജസ്, അതുപോലെ തന്നെ റോസെറ്റ് ഹാബിറ്റ്, ഇതിലൊക്കെ ഒരു ഇന്റർനോഡ് സ്പേസ് കുറച്ചുകൂടെ കൂടി വരാനും ഈ ഒരു ഹാർമോനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് സൈറ്റോകൈനിൻ നോക്കാം. സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹാർമോന് ഡിസ്കവേർഡ് ആസ് കൈനറ്റിൻ. ഓക്കെ, കൈനറ്റിൻ എന്ന് പറയുന്ന ഒരു ഹാർമോൺ ആയിട്ടാണ് നമ്മൾ ഇതിനെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫ്രം ദി ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA. അതായത് ഹെറിംഗ് എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ്. ഓക്കെ, സോ ഒരു ഫിഷിന്റെ സ്പേമിലെ DNA നിന്നുമാണ് ആദ്യമായിട്ട് ഈ ഒരു ഹാർമോൺ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. സോ കൈനറ്റിൻ ഡസ് നോട്ട് അക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. നാച്ചുറലി ഇത് ഉണ്ടാവില്ല. സെർച്ച് ഫോർ നാച്ചുറൽ സബ്സ്റ്റൻസസ് വിത്ത് സൈറ്റോകൈനിൻ ലൈക്ക് ആക്ടിവിറ്റീസ് ലീഡ്സ് ടു അസോസിയേഷൻ ഓഫ് സിയാറ്റിൻ ഫ്രം കാർണൽസ് ആൻഡ് കോക്കനട്ട് മിൽക്ക്. അതായത് സിയാറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്തിലൊക്കെ ഉള്ളത്? കോക്കനട്ട് മിൽക്കിലും അതുപോലെ തന്നെ കോൺ കേർണൽസിലും ഒക്കെ ഉള്ളത്. ആ ഒരു സാധനമാണ് എന്തായിട്ട് മാറുന്നത്? കൈനറ്റിൻ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട്, അതായത് ഹാർമോൺ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഒരു സെൽ ഡിവിഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഓക്കെ, so since the discovery of zeatin, several naturally occurring cytokinin and some synthetic compound with the cell division promoting activity have been identified. Natural the cytokinin are synthesized in the region where rapid cell division occur. അതായത് നാച്ചുറലി എവിടെയാണ് ഈ സൈറ്റോകൈനിൻ കാണാൻ പറ്റുക? സെൽ ഡിവിഷൻ എവിടെയാണോ ഉണ്ടാവുക ആ റീജിയനിൽ, അതായത് റൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം, അതുപോലെ തന്നെ ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം, ആ ഒരു റീജിയനിലാണ്. അല്ലെങ്കിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ബഡ്സ്, സോ എവിടെയൊക്കെയാണോ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കാണാൻ പറ്റുക ആ ഒരു റീജിയനിലാണ് നമുക്ക് സൈറ്റോകൈനിൻ കാണാൻ പറ്റുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ലീവ്സ് ഫോം ആവാൻ വേണ്ടിയിട്ട്, ക്ലോറോപ്ലാസ്റ്റ് ഫോം ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലാറ്ററൽ ഷൂട്ട് ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്, അഡ്വാൻറ്റേഷ്യസ് ഷൂട്ട് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ നമ്മുടെ എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എപ്പിക്കൽ ഡോമിനൻസിന്, അതായത് എപ്പിക്കൽ സ്റ്റെമ്മിനെ പ്രൊമോട്ട് ചെയ്യാതെ ലാറ്ററൽ സ്റ്റെമ്മിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹാർമോണാണ് നമ്മുടെ സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഒരു ഹാർമോൺ. ഓക്കെ, അതുകൂടാതെ ന്യൂട്രിയൻ മെറ്റബോളിസമിനും അതുപോലെ തന്നെ ഒരു ലീഫിന്റെ ലൈഫ് സ്പാനിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഈ ഒരു ഹാർമോൺ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എത്തിലിൻ എന്ന് പറയുന്ന ഒരു ഹാർമോനെ പറ്റിയിട്ടാണ്. ഓക്കെ, എത്തിലിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാഷ്യസ് ഹാർമോൺ ആണ്. സോ ഇതിനെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഫ്രൂട്ടിനൊക്കെ പെട്ടെന്ന് തന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ഹാർമോൺ ആണ്. ഇൻഫ്ലുവൻസസ് ദി എത്തിലിൻ ഓൺ പ്ലാന്റ് ഇൻക്ലൂഡ്സ് ഹോറിസോൺ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്. അതായത് ഹോറിസോൺ ആയിട്ട്, അതായത് ഇങ്ങനെ പടർന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാർമോണും കൂടെയാണ്. സ്വെല്ലിംഗ് ഓഫ് ദി ആക്സിസ് ആൻഡ് എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിംഗ്. സോ ഡൈക്കോട്ട് സീഡ്ലിംഗിൽ എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പിക്കൽ ഹുക്ക് എവിടെയാണത്? യെസ്, ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഇല്ലേ? യെസ്, സി, ഇതാണ് എപ്പിക്കൽ ഹുക്ക്.
ഓക്കെ. സോ ഇങ്ങനെ വളഞ്ഞ് സീഡ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സീഡ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? എപ്പിക്കൽ ഹുക്ക്. സോ ആ എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? എത്തിലിൻ എന്ന് പറയുന്ന ഒരു ഹാർമോണ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. യെസ്, ഓക്കെ. എവിടെ പോയി? ഓക്കെ. So ethylene promotes senescent and abscission of the plant organ, especially leaves and flowers. So leaves ഉം ഫ്ലവേഴ്സും ഒക്കെ പെട്ടെന്ന് തന്നെ എന്താവാൻ വേണ്ടിയിട്ട്, സെനസെന്റ് ആവാൻ വേണ്ടിയിട്ട്, ഓക്കെ, സെനസെന്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ് എൻഹാൻസസ് ദി റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. സോ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പിറൈ ചെയ്തിട്ട് കൂടുതൽ ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദിസ് റൈസ് ഇൻ ദി റേറ്റ് ഓഫ് റെസ്പിറേഷൻ കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഓക്കെ, ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ലൈമാക്റ്റിക് എന്ന് വിളിക്കും. സോ റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക്. സോ ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുക. യെസ്. അടുത്തത് എത്തിലിൻ ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. സീഡ് ബഡ് ഡോർമൻസിനെ ഇത് ബ്രേക്ക് ചെയ്യും, പെട്ടെന്ന് തന്നെ ജെർമിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിഷ്യലി ജെർമിനേഷൻ ഇൻ ദി പീനട്ട് സീഡ്, സ്പ്രൗട്ടിംഗ് ആൻഡ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് എത്തിലിൻ പ്രൊമോട്ട്സ് റാപ്പിഡ് ഇന്റർനോഡ് ആൻഡ് പീറ്റിയോൾ ഇലോങ്കേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്. സോ ഡീപ്പ് വാട്ടറിലുള്ള റൈസ് പ്ലാന്റിൽ ഇന്റർനോഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ലീവ്സ് ഓർ അപ്പർ പാർട്ട് ഓഫ് ദി ഷൂട്ട് ടു റിമെയിൻ അബോവ് ദി വാട്ടർ. അബോവ് ദി വാട്ടറിൽ അതിന്റെ ഷൂട്ട് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എത്തിലിൻ ഓൾസോ പ്രൊമോട്ട് ഗ്രോത്ത്, റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. റൂട്ട് ഗ്രോത്ത് ആവാനും റൂട്ട് ഹെയർ ഫോർമേഷൻ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ increase their absorption surface. ഓക്കെ, അബ്സോർപ്ഷൻ സർഫേസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എത്തിലിൻ ഈസ് ഓൾസോ യൂസ് ടു ഇനിഷ്യേറ്റ് ഫ്ലവറിംഗ് ആൻഡ് സിൻക്രൊനൈസ്ഡ് ഫ്രൂട്ട് സെറ്റിംഗ് ഇൻ പൈനാപ്പിൾ. പൈനാപ്പിളിൽ ഫ്രൂട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാംഗോയിൽ ഫ്ലവറിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിൻസ് എത്തിലിൻ റെഗുലേറ്റർ സോ മെനി ഫിസിയോളജിക്കൽ പ്രോസസ്, it is also one of the widely used plant growth regulator in agriculture. ഇതിനെ കൂടുതൽ നമ്മൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ആസ് സോഴ്സ് ഓഫ് എത്തിലിൻ ഈസ് എത്തഫോൺ. അതായത് നമ്മൾ കൂടുതലും മാർക്കറ്റിൽ നമ്മൾ എത്തിലിൻ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങില്ല, നമ്മൾ കൂടുതലും ഏത് പേരിട്ടിട്ടാണ് ചോദിച്ചു വാങ്ങുക? എത്തഫോൺ. എത്തഫോൺ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇത് അറിയപ്പെടുക. എത്തഫോൺ ഈസ് ആൻ അക്വേഷ്യസ് സൊല്യൂഷൻ, ഈസ് റെഡിലി അബ്സോർബ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് വിത്തിൻ ദ പ്ലാന്റ് ആൻഡ് ഇൻക്രീസസ് ദി എത്തിലിൻ സ്ലോലി. ഓക്കെ, ഇറ്റ് റിലീസസ് എത്തിലിൻ സ്ലോലി. അതായത് എത്തിലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു ലിക്വിഡ് ഫോം ആക്കി തരികയാണ്. ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് പോലെയുള്ള എത്തഫോണിനെ കിട്ടും. സോ ഇത് നത്തിങ് ബട്ട് എത്തിലിൻ തന്നെയാണ്. അതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയിൽ പ്ലാന്റ് അബ്സോർപ്ഷൻ ചെയ്യും. സോ എത്തഫോൺ ഹെസ്റ്റൻ fruit ripening in tomato, apple and accelerate abscission in ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട്. അതായത് പെട്ടെന്ന് തന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തിന്നിങ് ഓഫ് കോട്ടൺ, ചെറി, വാൾനട്ട്, ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവറിങ് ഇൻ കുക്കുംബർ, ദെയർ ബൈ ഇൻക്രീസിങ് ദി ഈൽഡ്. കുക്കുംബറിലൊക്കെ പെട്ടെന്ന് കൂടുതൽ ഫീമെയിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഹാർമോണിനെ പറ്റിയിട്ടാണ്. സോ ഇറ്റ് ഈസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹാർമോൺ. ഓക്കെ, ഇതെന്താണ്? ഇത് ഇൻഹിബിറ്റർ ഹോർമോൺ ആണ്. സോ ഡിസ്കവേർഡ് ഫോർ ഇറ്റ്സ് റോൾ ഇൻ ദി റെഗുലേറ്റിംഗ് അബ്സിഷൻ ആൻഡ് ഡോർമൻസി. ഡോർമൻസി പീരീഡിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോർമോണിനെ യൂസ് ചെയ്യാറ്. But like other growth regulators, it also has wide-ranging effect of plant growth and development. It acts as a general plant growth inhibitor and inhibitor of the plant metabolism. Plant metabolism ne inhibit ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാർമോണ് ഹെൽപ്പ് ചെയ്യാറ്. ഓക്കെ, സോ ആബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേറ്റ് ആവുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. സോ ഡോർമൻസി പീരീഡിലേക്ക് ഇത് പോകും. സോ അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ്സ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും എബയോട്ടിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ എബയോട്ടിക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹാർമോൺ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ് ഹാർമോൺ. ഓക്കെ, സോ ആബ്സിസിക് ആസിഡിനെ നമ്മൾ സ്ട്രെസ് ഹാർമോൺ എന്നും വിളിക്കാറുണ്ട്. ആബ്സിസിക് ആസിഡ്
plays an important role in seed development and maturation and dormancy. Okay, seed develop ആവാനും മെച്ചൂർ ആവാനും ഡോർമൻസിയിലേക്ക് എൻ്റർ ആവാനും ഇതിനെല്ലാത്തിനും ഈ ഒരു ആബ്സിസിക് ആസിഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. So abscisic acid helps seed to withstand desiccation and other factor unfavorable for growth. സോ വാട്ടർ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഇല്ലാതിരിക്കുമ്പോൾ അത് ഡോർമൻസി പീരിയഡിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആബ്സിസിക് ആസിഡ് ഈസ് ആൻ ആന്റിഗണിസ്റ്റ് ഓഫ് ഗിബർലിക് ആസിഡ്. ഗിബർലിക് ആസിഡ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ എക്സാക്ട് ആപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആബ്സിസിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്. വി മേ സമ്മറൈസ് ദാറ്റ് ഫോർ എനി and every phases of growth, differentiation and development of plant, one of the other plant growth regulator has some role to play. അല്ലെ, സോ ഏതൊക്കെയൊക്കെ ഫേസിൽ ഈ ഒരു ഹാർമോൺ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ 5 ഹാർമോനെ പറ്റി പഠിച്ചല്ലോ. ആ 5 ഹാർമോനും ഏതെങ്കിലും ഒരു ഫേസസിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാർമോനാണ്. സോ അങ്ങനെ ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഈ എല്ലാ ഹാർമോനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. സച്ച് റോൾസ് കുഡ് ബി കോംപ്ലിമെന്ററി ഓർ ആന്റഗണിസ്റ്റ്. ദീസ് കുഡ് ബി ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് സിനർജറ്റിക്. Okay, similarly, there are number of events in the life of a plant where more than one growth regulator interact to affect that event. Example, dormancy in seed, bud, abscission, senescence, apical dominance, etc. Remember, the role of growth, അതായത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ is one of the kind of intrinsic control. അതായത് പ്ലാന്റിന്റെ ഉള്ളിലുള്ള ഒരു കൺട്രോൾ ആണ്. Along with the genomic control and eccentric factors, these play an important role to plant growth and development. Many of the eccentric factors such as temperature, light, control plant growth and development via growth regulator. അതായത് growth regulator എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലൈറ്റ്, അതുപോലെ തന്നെ ഓക്സിജൻ, ഇങ്ങനെയുള്ള ഒരുപാട് എബയോട്ടിക് കാര്യങ്ങളുണ്ടല്ലോ, അതായത് എക്സെൻട്രിക് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെ സഹായത്തിലൂടെ ഈ ഒരാളും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പ്ലാന്റിന്റെ ഓവറോൾ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഒരു ഗ്രോത്തിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് വേണമെങ്കിൽ വെർണലൈസേഷൻ, അതായത് ഫ്ലവർ പ്രൊഡ്യൂസ് ആക്കുക, അതുപോലെ തന്നെ ഡോർമൻസി പീരീഡിലേക്ക് എൻ്റർ ആകുക, ഒരുപാട് കാലം വരെ ഈ ഒരു സീഡിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദി ഡോർമൻസി പീരിയഡ് ആണ്. സോ ആ ഡോർമൻസി പീരിയഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്ലാന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റിനും വളരെ എസെൻഷ്യൽ ആണ്, അല്ലെ. സോ we shall discuss briefly the role of light and temperature on initiation of flowering. So ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. അതായത് വെർണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇനിയൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, വെർണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. സോ ഓവറോൾ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അതിന് മെൻഷൻ ചെയ്യുക. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു റെസ്പോൺസ് കിട്ടും. സോ വേറെ എന്താണ്, ഈ ഒരു ടോപ്പിക്കിന്റെ താഴെ തന്നെ ഒരു കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. വീക്ക് ക്വിസിന്റെ ലിങ്ക് ഉണ്ടാവും, 5 to 10 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അത് പോയിട്ടൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോ ആ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ അത് കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നോട്ട്സ് ആവട്ടെ, ഡെയിലി ക്വസ്റ്റ്യൻസ് ആവട്ടെ, അതുപോലെ തന്നെ PYQs ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. സോ എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ അതിനേക്കാളും മുന്നേ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.